ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പല പ്രാവശ്യവും അദ്ദേഹം അല്ലാഹു പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഹറമിലേക്ക് സിയാറത്തിന് പോയ മഹാപണ്ഡിതനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പോയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു അത്ഭുത സംഭവം, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻതിങ്കൽക്കല ഒരു പ്രകാശം പരത്തി വിശ്വാസികളുടെ മനോമുഖരത്തെ കുളിരണിയിപ്പിച്ചുകൊണ്ട് സ്വലാത്തിന്റെയും മദ്ഹിന്റെയും പ്രവാചക പ്രേമത്തിന്റെയും ഇഷ്കിന്റെയും സാന്ത്വന സ്നേഹതീരത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ സംഭവം പേമാരികൾ കൊണ്ട് തണുത്തുറച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെ മദീനയിലേക്കൊന്ന് പറന്നു പോകാൻ കൊതിക്കുന്ന, അറിയാതെ മദീനയുടെ മണമൊന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാതെ മദീനയുടെ നായകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നേരിട്ട് പോയി വാങ്ങണം എന്നറിയാതെ ആശിച്ചു പോകുന്ന ഒരു സംഭവ ബഹുലമായ ചരിത്രമാണ്. അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധ മക്കത്ത് നോക്കുമ്പോ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കണ്ടു. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് മാത്രം തന്റെ നാവിൻ തുമ്പിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. ഞാൻ ആ സഹോദരന്റെ പിന്നാലെ നടന്നു. എപ്പോഴൊക്കെയാണ് അയാൾ സ്വലാത്ത് ഒഴിവാക്കുന്നതെന്നറിയാൻ ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പിന്നാലെ നടന്നു. അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എപ്പോഴും ആ പ്രിയപ്പെട്ട സഹോദരൻ സലാത്തിൽ തന്നെയാ. ഏത് സമയത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തന്റെ നാവിൽ നിന്ന് സ്വലാത്ത് ഒഴിഞ്ഞ സമയമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കിയിട്ട് സലാത്തിന്റെ മധുരമുള്ള ആ വചനങ്ങളെ തന്റെ മനോഹരമായ നാവിൻ തുമ്പിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം നേടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു, ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ഇത്രയും സമയം ചെലവഴിച്ച് ഒരു സെക്കൻഡ് പോലും പാഴാകാതെ ഇത്ര കാര്യമായി സ്വലാത്ത് ചെല്ലാനുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ കരയാൻ തുടങ്ങി. ആ സഹോദരൻ പറയുന്നു, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധ മക്കത്ത് വരുന്നത് എന്റെ ഉപ്പയോടൊപ്പമാ. ഞാൻ ആദ്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിലേക്ക് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പമായിരുന്നു. ആ പരിശുദ്ധ ഹറമിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പ വരുമ്പോ രോഗം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് കലശലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം മറന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ സമയം ചെലവഴിച്ചു. വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ ഭവനത്തിന്റെ 2 വീടപ്പുറത്ത് ഞാൻ താമസിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മറുകരയിൽ താമസിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ 1-2 സുഹൃത്തുക്കൾ വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടിരിക്കുകയാ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി എന്ന വാർത്ത കേട്ടപ്പോ എന്റെ മനസ്സ് തകർന്നുപോയി. അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് വേറൊന്നുമല്ല. ആ വന്ന സഹോദരങ്ങൾ പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെയല്ല നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചിട്ട് നമുക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാവുകയാ. നിന്റെ ഉപ്പയുടെ മുഖമാകെ മാറിയിട്ടുണ്ട്. നിന്റെ ഉപ്പയുടെ മുഖത്തിന്റെ രൂപഭാവങ്ങൾക്ക് വല്ലാത്ത വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോ കറുത്ത് കരിവാളിച്ചുകൊണ്ട് വല്ലാതെ ഇരുണ്ട് കിടക്കുന്ന മുഖമാണ് നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഞാൻ പേടിച്ചു പോയി തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം വല്ലാതെ പ്രകാശമുള്ളതാ. വെളുത്തു തുടുത്ത സുന്ദര മുഖമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ മരണപ്പെട്ടു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖം കറുത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയില്ല. ഞാനോടി എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അരികിലേക്ക് ഞാനോടി. മരണപ്പെട്ട് കിടക്കുന്ന വാപ്പയുടെ മുഖം വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖത്തേക്ക് മൂടിയിരിക്കുന്ന വെള്ള വസ്ത്രത്തിന്റെ ഒരൽപ്പം ഇങ്ങോട്ട് മാറ്റിയപ്പോ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ ഞാൻ ഭയന്നുപോയി, അത്ഭുതപ്പെട്ടു പോയി, ഞാൻ വെട്ടിത്തെറിച്ചു പോയി. കാരണം എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുകയാ. ഞാൻ വല്ലാതെ ഭയന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്റെ കാലുകൾ വിറച്ചു, എന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. എന്റെ ഉപ്പ
ഉപ്പയുടെ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞ് 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 അറിയാതെ വേദന കൊണ്ട് വിഷമം കൊണ്ട് ഞാൻ അല്പം ഒന്ന് മയങ്ങിപ്പോയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു മുഖം ആ സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് മദീനയുടെ നായകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുമ്പിലേക്ക് വരികയാ. ഞാൻ നോക്കുമ്പോ എന്റെ വാപ്പാടെ മയ്യത്ത് ഒരു ഭാഗത്ത് കിടക്കുന്നു. വാപ്പയുടെ മയ്യത്തിന്റെ 4 ഭാഗത്തും ചുറ്റുഭാഗത്തും 4 ഭീമാകാരമായ രൂപങ്ങൾ, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് തീപാറുന്ന കണ്ണുകളും രാക്ഷസന്റെ നാവുകളുമായി എന്റെ പ്രിയപ്പെട്ട വാപ്പയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുകയാ. മരിച്ചുപോയ പ്രിയപ്പെട്ട വാപ്പയുടെ ശരീരത്തിലേക്ക് ഉപദ്രവിക്കാൻ പോകുമ്പോ ഈ കടന്നു വന്ന പ്രവാചകരാ 4 പ്രിയപ്പെട്ടവരെയും തടഞ്ഞു നിർത്തുകയാ. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ ഇനി ആക്രമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭ റസൂലിന്റെ മനോഹരമായ വലത്തെ കൈകൊണ്ട് എന്റെ ഉപ്പയുടെ കറുത്ത് കരിവാളിച്ചു പോലെ ഇരുണ്ടു വീണുപോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ നെറ്റി മുതൽ താഴ്ഭാഗം വരെ ഒന്ന് തടവിയപ്പോ ആ സഹോദരൻ പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്റെ ഉപ്പയുടെ മുഖത്തെ കറുപ്പ് മാറി, എന്റെ ഉപ്പയുടെ മുഖത്തെ ഇരുള് മാറി, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം പിന്നെ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ വളരെ സന്തോഷവാനായി. അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വപ്നത്തിലൂടെ ഞാൻ ചോദിച്ചു, മുത്ത റസൂലേ, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പയെ നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ മുഖത്തിന്റെ ഉടമയാക്കിയെന്ന് ചോദിക്കുമ്പോ ആരംഭ റസൂൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തു അത്രേ, നിന്റെ വാപ്പ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ. അതിന്റെ ഒരു വലിയ കറുപ്പ് നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുന്നു, പക്ഷേ എന്റെ പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചൊല്ലിയിരുന്ന സലാത്തിന്റെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചൊല്ലിയിരുന്ന കാണിച്ചിരുന്ന ആർദ്രതയുടെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ പ്രതീകമായിട്ട് എനിക്ക് ആ പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്ത് കറുത്ത് കരിവാളിച്ച രീതിയിൽ പള്ളിപ്പറമ്പിന്റെ മണ്ണറയിലേക്ക് കൊണ്ടുവെക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം എന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് തടവിയതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുമ്പോ ഉറക്കത്തിൽ നിന്നുണർന്നുപോയ പൊന്നുമോനോടി മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് മറയിട്ടിരിക്കുന്ന വെള്ളത്തുണി അങ്ങോട്ട് മാറ്റുകയാ. ആ വെള്ളത്തുണി അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം തല്ലാതെ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രഭ പരത്തിയിട്ട് പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ കിടക്കുന്ന കണ്ടപ്പോ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നു, തങ്ങളെ, അന്ന് മുതൽ എന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. കറുപ്പ് കരുവാളിച്ച ഇരുട്ടറയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് പ്രകാശം കൊണ്ടുവന്നത് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വലതുകരമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തു റസൂലിന് സലാത്ത് ചെല്ലാത്ത, എന്റെ പ്രിയപ്പെട്ട മുത്തു ഹബീബിന്റെ മദ്ഹ് പറയാത്ത, എന്റെ പ്രിയപ്പെട്ട റസൂലിന് വേണ്ടി സലാത്തിന് വേണ്ടി സമയം ചെലവഴിക്കാത്ത ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് അന്നാണ് ഞാൻ എന്റെ മുത്തു ഹബീബിനോടുള്ള പ്രേമത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുമ്പോ കൊണ്ടൂർക്കരയിൽ ഹുബ്ബുർ റസൂൽ എന്ന ശീർഷകത്തിന് താഴെ കോരിച്ചെറിയുന്ന പേമാരികൾക്കൊടുവിൽ ഓടിയെത്തിയ വളരെ കുറഞ്ഞ സദസ്സിന് മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളുടെ മനസ്സിൽ പേമാരി തളർത്തിക്കളഞ്ഞ, പേമാരി തോൽപ്പിച്ചു കളഞ്ഞ ഒരു ചെറിയ സദസ്സായിരിക്കാം ഇതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വന്നിരിക്കുന്ന മഴത്തുള്ളുകളെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. കാരണം ഈ വർഷത്തെ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻതിങ്കൽക്കലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും പ്രകീർത്തനങ്ങളും സ്വലാത്തും ഇട്ടുകൊണ്ട് മദീനയുടെ മനസാക്ഷിയുടെ ഏറ്റവും വലിയ നെഞ്ചിടിപ്പ് തിരിച്ചറിഞ്ഞിട്ട് മദീനയുടെ ഓരോ മഴത്തെരികളുടെയും കഥകളും ചരിത്രങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോൾ അതിലൊന്ന് പങ്കാകാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ പരം മറ്റൊരു സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ സരസിൽ നിന്ന് ഇന്നൊന്നാമത്തെ ദിവസം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ചിറകിലേറിയിട്ട് മദീന എന്ന സൗന്ദര്യഗേഹത്തിലേക്ക് പറന്നുയർന്നു പോകുമ്പോ ഈ സരസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞും പറയാറ് എത്ര സ്വലാത്ത് ഈ മഹനീയമായ മജ്ലിസിൽ നിന്നുകൊണ്ട് നിക്കുടി വിടാൻ കഴിയുമെന്ന് തീരുമാനിച്ചിട്ട് സ്വന്തം മയ്യത്തിന്റെ മുഖം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മൂടിക്കിടത്തിയിരിക്കുന്ന മയ്യത്തിന്റെ മുഖത്ത് നിങ്ങളുടെ പരിശുദ്ധമായ ഈ മുഖത്തിന്റെ പവിത്രത എത്ര ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക. ആ മുഖത്തിന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി സ്വലാത്തിലൂടെ, പ്രവാചക പ്രേമത്തിലൂടെ ഒരു അനുരാഗത്തിന്റെ പാൽക്കടൽ തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട പട്ടാമ്പിയിലെ കൊണ്ടൂർക്കരയിലെ സഹോദരങ്ങൾ മനസ്സ് വെക്കുക. എന്നാ ഞാനിത് പറയുമ്പോ ഒരു വിഭാഗം ജനങ്ങൾ വളരെ തമാശയോടെ ഏറ്റവും വലിയ ലാഘവത്തോടു കൂടി പറയുന്നവരുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ
മക്കത്തേക്ക് പോയവരെ കളിയാക്കിയിട്ട് അവർ ചോദിക്കും, നിങ്ങൾ മദീനത്ത് പോയി വന്നവരാണോ? നിങ്ങൾ മക്കത്തേക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പണമടച്ചിട്ട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോയത്? ഹജ്ജിന് വേണ്ടി ഉംറ ചെയ്യേണ്ടത് മദീന മക്കത്താണ്, തവാഫ് ചെയ്യേണ്ടത് മക്കത്താണ്, സഈ ചെയ്യേണ്ടത് മക്കത്താണ്, ഹജറുൽ അസ്വദ് മുത്തേണ്ടത് മക്കത്താണ്, സഫാ മർവ മക്കത്താണ്, സംസം മക്കത്താണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ മദീനത്തേക്ക് പോയത്? അത് നിങ്ങളെ കുറെ വയറ് വളർത്തുന്ന തലയിൽ കെട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ടാകും, എന്ത് ഹുബ്ബ് റസൂല്, കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ടവർക്ക് എന്ത് ഹുബ്ബ് റസൂല്, എന്ത് സ്വലാത്ത്, എന്ത് മദീന, എന്ത് റസൂൽ എന്ന് പറഞ്ഞ് കളിയാക്കി കുറ്റപ്പെടുത്തി പരിഹരിച്ചു മാറ്റിവെക്കുമ്പോ ആ സഹോദരങ്ങളുടെ മനോമുഖരത്തിലേക്ക് ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു ഹദീസിന് ആമുഖമായി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഓർക്കണമെന്ന് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, മദീന വേണ്ടാന്ന് പറയുന്നവരെ മദീന വിളിക്കുന്നില്ല, സ്വലാത്ത് വേണ്ടാന്ന് പറയുന്നവരെ സ്വലാത്ത് വിളിക്കുന്നില്ല, അള്ളാന്റെ റസൂലിനെ വേണ്ടാന്ന് പറയുന്നവർ ആരംഭ റസൂലും ആടി വിളിക്കുന്നില്ല. മദീനയുടെ മണ്ണിൽ ഞാൻ ചവിട്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ പുത്തൻ ആശയങ്ങളുടെ ആചാരങ്ങളുടെ പ്രചാരകരായി മാറിയ ഈ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, മദീനയുടെ മണ്ണിൽ ഞാൻ ചവിട്ടില്ല, മദീനക്കകത്ത് ഞാൻ കിടക്കില്ല. എല്ലാവരും ചൊല്ലുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് ഞാൻ വിടൂല എന്ന് പറയുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് ഗൗരവത്തോടെ പറഞ്ഞിരുന്നെന്നറിയുമോ? അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ മദീനയെ പോലെ ഖൈറാണ് മറ്റൊന്നില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. നിങ്ങൾ അറിവുള്ളവരാണോ? നിങ്ങൾ ബോധമുള്ളവരാണോ? നിങ്ങൾ അറിവുള്ളവരാണോ? നിങ്ങൾ കഴിവുള്ളവരാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മദീനയാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. ലാ യദൂഹാ അഹദുൻ റഗവതൻ ഇല്ലാ അബ്ദലല്ലാഹു ഫീഹാ മൻ ഹുവ ഖൈറുൻ മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നിങ്ങൾ ആരാണ് മദീനത്ത് വരില്ല എന്ന് പറയുന്നത്? മദീന എനിക്ക് കാണണ്ട, റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ എനിക്ക് കാണണ്ട, ആ മദീനയുടെ മണ്ണിൽ ഞാൻ കാലെടുത്ത് വെക്കൂല, ഞാൻ സ്വലാത്ത് ചൊല്ലൂല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അറിവുള്ളവരാണെങ്കിലും മദീനയേക്കാൾ ഖൈറുള്ള ഒരു വസ്തു ഈ ദുനിയാവിന്റെ തൊലിക്കവരത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യദഉഹാ അഹദുൻ റഗ്ബതൻ. ആരെങ്കിലും ഒരാൾ ആ മദീനയെ വെടിയാൻ തീരുമാനിച്ചാൽ, എനിക്ക് മദീന വേണ്ട, എനിക്ക് മക്ക മാത്രം മതി, ഡയറക്റ്റ് അല്ലാഹു ജല്ല ജലാലിന്റെ പ്രകാശത്തിലൂടെ പരലോകത്ത് വിജയം നേടുമെന്ന് പറയുന്ന വടയന്മാരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഇല്ല അബ്ദലല്ലാഹു ഫീഹാ. അല്ലാഹു നിങ്ങൾക്ക് പകരം മദീനത്ത് വേറൊരാളെ കൊണ്ടുവരികയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കുകയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് സിയാറത്ത് ചെയ്യിപ്പിക്കുകയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് റൗളാ ശരീഫിന്റെ കവാടത്തിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുനിർത്തുകയാണെന്ന് മുത്ത് റസൂൽ പറയുകയാ. ആ കൊണ്ടുവരുന്നവരാരാ? മൻ ഹുവ ഖൈറുൻ മിൻഹു. വരില്ല എന്ന് പറയുന്നവരെക്കാൾ ഉത്തമരായവരെ കൊണ്ട് ഞാൻ മദീന നിറയ്ക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്ത് നബി തങ്ങളോട് പറയുകയാ. സന്തോഷിച്ചു കൊള്ളുക എന്റെ കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. റബീഉൽ അവ്വലായോ എന്ന് ചോദിച്ചിട്ട് വീടിന്റെ അലമാരയുടെ മുകൾ ഭാഗത്തിരിക്കുന്ന മൗലിദ് കിതാബിന്റെ ഏടെടുത്ത് വെച്ചിട്ട് സ്വലാത്ത് തുടങ്ങി എന്റെ കൊണ്ടൂർക്കരയിലെ ഉമ്മ ആ മനോഹരമായ പ്രവാചക പ്രകീർത്തനത്തിന്റെ അലതല്ലുന്ന അലമാലകള് വീടിന്റെ കത്തളത്തിലേക്ക് ആസ്വാദനത്തോടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഞാൻ മദീനയിലേക്ക് വരൂല, ഞാൻ സലാത്ത് ചൊല്ലൂല എന്ന് പറയുന്നവരെക്കാൾ നല്ലവരെ കൊണ്ടത് ചെയ്യാൻ ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരില് ഏറ്റവും നല്ല വ്യക്തികൾ സലാത്ത് ചൊല്ലുന്നവരാ, ഏറ്റവും നല്ല വ്യക്തികൾ മദീനത്ത് പോകുന്നവരാ, ഏറ്റവും നല്ല വ്യക്തികൾ റൗളാ ശരീഫിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്നവരാ. എന്തുകൊണ്ടെന്നറിയോ? മദീന എന്ന് പറയുമ്പോ കരയാതിരിക്കാൻ കഴിയില്ല, മദീന എന്ന് പറയുമ്പോ കണ്ണു നിറയാതിരിക്കാൻ കഴിയില്ല. മദീനയുടെ മണ്ണിലേക്ക് ചവിട്ടാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് പറയുകയാ, സെൽഫി എടുക്കാനല്ല, വീഡിയോ പിടിക്കാനല്ല, പാട്ട് റെക്കോർഡിംഗ് ചെയ്യാനല്ല, മദീനയുടെ ചുറ്റുവട്ടത്തോടെ നടന്നു പോകുമ്പോ ഓർക്കാനുള്ള 100,000 കഥകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. 2 ദിവസം കൊണ്ട് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൽ മദീനയുടെ സുഗന്ധം പരത്തിയിട്ട് പറയാൻ
പോകുന്നത്. പേമാരി കൂട്ടങ്ങൾ പെയ്തിറങ്ങുമ്പോ തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് പൊട്ടിക്കരന്ന എന്റെ കൊണ്ടൂർ കരയിലെ ചെറുപ്പക്കാരോ, അരമണിക്കൂറെങ്കിലും അല്ലാഹുവേ ഉസ്താദിന് ഈ വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ആഹാരം റസൂലിന്റെ മധുഹെന്ന് കേട്ടിരുന്നെങ്കിലോ ഇവിടെ കസേര പറക്കാ വീർപ്പൊഴുക്കിയതിന് പകരമാകുമല്ലോ, ഇവിടെ ഓടി നടന്നതിന് പകരമാകുമല്ലോ. മദീനയുടെ നായകനെ കാണാൻ മനസ്സുകൊണ്ട് കാണാൻ കുറിച്ചുകൊണ്ട് ചൊല്ലിയോ കോടിക്കണക്കിന് സ്വലാത്തിന്റെ പ്രതിഫലമാകുമല്ലോ എന്ന് ചിന്തിച്ച എന്റെ രോമാഞ്ചം തരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ തളരേണ്ടത് പേമാരിയിലല്ല, നീ തളരേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പിണങ്ങുമ്പോഴാണ്. നീ തളരേണ്ടത് ജനങ്ങളെ കല്ലെറിയുമ്പോഴല്ല, ജനങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴല്ല, മദീന നിന്നെ വേണ്ടാന്ന് പറയുമ്പോഴാണ്. പൊന്നുമോനെ നീ തളരേണ്ടത്. കാരണം എന്തേ? മദീനക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ കഥകളാ. മദീനയുടെ ആദ്യകാലത്തെ ചരിത്രം പറയുന്നവർ മദീന എന്ന് പേര് പറയുമ്പോ കരയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, പിറന്ന നാടാകുന്ന മക്കത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് പോയ രംഗത്തെ കുറിച്ചറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മനാടിനോട് പൊട്ടിക്കരന്നുകൊണ്ട് തലേരാത്രിയിൽ ആരംഭ റസൂല് പറഞ്ഞതാ, ഞാൻ പോവുകയാണ്. എന്റെ കഅബയെ, എന്റെ മക്കയെ, എന്റെ പർവ്വതങ്ങളെ, എന്റെ കണ്ണീര് വീണ സ്ഥലങ്ങളെ, ഞാൻ ഓടി നടന്ന സ്ഥലങ്ങളെ, ഞാൻ രഹസ്യമാരി പർവ്വതത്തിന്റെ ചോട്ടിൽ വന്ന് ഇബാദത്ത് ചെയ്ത മലനിരകളെ, മണൽപ്പരികളെ, മാമരങ്ങളെ, മറുമരങ്ങളെ, മരച്ചില്ലകളെ, ഞാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മക്കയോട് സലാം പറഞ്ഞിട്ട് മദീനത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് സഹാബികളും മദീനത്തേക്ക് പോയി. അവസാനം അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ ഇന്ന് നബിദിനത്തിന്റെ ഘോഷയാത്ര പോകുമ്പോ വഴിയിൽ മിഠായിയും ഭക്ഷണവും പായസവും പഞ്ചസാരവും ഒക്കെ കൊടുക്കുന്ന പോലെ ആയിരക്കണക്കിന് ആളുകൾ നിരന്നു നിന്നില്ല പ്രിയപ്പെട്ടവരെ. പർവ്വതങ്ങളാണ്, വനാന്തരങ്ങളാണ്, വന്യജീവികളാണ്. പുറകിലാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാല് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഓടി നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ എവിടെ മുഹമ്മദ്, എവിടെ? മക്കത്തിരുന്ന മദീനത്തിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും മുഹമ്മദ് നബിയെ കണ്ടാൽ ആ മുഹമ്മദിന്റെ തലവെട്ടിയെടുത്ത് മക്കാ രാജ്യത്തിന്റെ ശത്രുക്കളുടെ സമക്ഷം കൊണ്ട് സമർപ്പിക്കുമ്പോ അതിന് കിട്ടുന്ന ഒട്ടകങ്ങൾ പ്രതിഫലം വാങ്ങാൻ കാത്തിരിക്കുന്ന ആഭാസന്മാര് വാളുമായി പരക്കം പായുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹാന്തരങ്ങളുടെ ഉള്ളറയിലൂടെ, പർവ്വത നിരങ്ങളിലൂടെ, മലന്തരവുകളിലൂടെ, മാമരങ്ങളിലൂടെ, മരച്ചില്ലകൾക്കിടയിലൂടെ, മരക്കുറ്റികൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ തളർന്നും തളരാതെയും നടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് സഹിക്കുന്നില്ല, അങ്ങനെ നടക്കുന്ന കാണുമ്പോ സഹിക്കുന്നില്ല, അങ്ങയുടെ വിരൽ തുമ്പുകൾ കല്ലിൽ പതിയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഖൽബിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ വെച്ചിരിക്കുന്നത് കിതാബിലല്ല, ആരംഭ റസൂലിനെ വെച്ചിരിക്കുന്നത് ചുവരിലെ മദീനയുടെ ഫോട്ടോയിലല്ല, അല്ലാഹുവിന്റെ റസൂലിനെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. യാ റസൂലല്ലാഹ്, ഞാനൊന്ന് എടുക്കട്ടെയോ റസൂലേ? ഞാൻ എടുത്തുകൊണ്ട് പോകാം നബിയേ, ഞാൻ എടുത്തുകൊണ്ട് പോകാം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായി? കാരക്ക പിടിച്ചിട്ട് എത്ര ദിവസമായി? തളർന്നു നടക്കുന്ന നീ എങ്ങനെയാണ് എന്റെ ശരീരത്തെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു നുള്ളു ഭക്ഷണം കഴിക്കാറ് എന്റെ വയറ് മണ്ണിനോട് ഒട്ടിപ്പോയാൽ മുത്ത് നബിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പടക്കുതിരയെ പോലെ ചാടിയെടുക്കാൻ ഈ അബൂബക്കറിന്റെ നബിയേ എന്ന് പറഞ്ഞിട്ട് മലംതെരുവിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞു പോയ ആ രഹസ്യ നിമിഷങ്ങളെ അറിയാതെ ആരാണ് മദീനത്ത് പോവുക? ആ രഹസ്യ നിമിഷങ്ങളെ മനസ്സിലാക്കാറ് ആരാണ് പ്രിയപ്പെട്ടവരെ? മുത്തുനിബിതങ്ങൾക്ക് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ സലാത്ത് കൊടുക്കുക. മറക്കണ്ട പ്രിയപ്പെട്ടവരെ, ഉയരട്ടെ. കുറച്ച് സമയത്തേക്ക് 3 മണി മുതൽ പേമാരി തകർത്ത് നിമിർത്തതിന് സ്വലാത്തിന്റെ പവർ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിവെച്ചു പോരെങ്കിൽ ഒരു പ്രിയപ്പെട്ട തെറ്റ് ചെയ്തതോടെ മനുഷ്യന്റെ മുഖം സ്വലാത്ത് കൊണ്ട് പ്രകാശത്തിന്റെ പ്രഭാദൂരമായി പോയെങ്കിൽ അല്ലാഹുവേ, ഒന്നും കഴിവില്ലാത്തതിന്റെ അടിമകൾ ഏറ്റവും പാവപ്പെട്ടവർ ആ യാത്ര പറന്നുകൊണ്ടിരാ ാണ്. ആവേശത്തോടെ, റാഹത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ഈമാനോടെ, ഇസ്സത്തോടെ, നല്ല റാഹത്തോടെ ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഇന്ന് സദസ്സ് പിരിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ നിർദ്ദേശത്തിലെങ്കിലും ഒരു 50 സ്വലാത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം.
നമ്മുടെ കൂട്ടിനുണ്ടാവണം. അത് മരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കാനാണെന്ന് നിയ്യത്ത് ചെയ്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഖം കാണാൻ വരുന്നവർ സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു മുഖമാണ് റബ്ബേ, അതിനല്ലേ അവൻ ഓടി നടന്നത്, അതിനല്ലേ കഷ്ടപ്പെട്ടത്, അതിനല്ലേ ആരംഭ റസൂലിനെ കുറിച്ച് പറഞ്ഞിരുന്ന അത്ഭുതത്തോടെ ചോദിക്കുക. വരിക, എന്റെ കൂടെ വരിക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ എത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നു പോയപ്പോ അതാ നടന്നു പോകുന്ന വഴിയിലൂടെ കുറെ ആട്ടിൻകൂട്ടങ്ങളെ കാണുകയാണ്. കുഞ്ഞു ആട്ടിൻകൂട്ടങ്ങളാണ്, വലിയ തള്ളയാടുകളൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറെ ഒന്ന് ചോദിക്കുമോ, ഇതാരുടെ ആടാണെന്ന് അന്വേഷിക്കുമോ? ഏതെങ്കിലും ഒരാടിൽ നിന്ന് കുറച്ച് പാല് കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹ് അത് കുടിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകാമായിരുന്നു റബ്ബേ. മദീന എങ്ങനെയാണ്? ആദ്യം എല്ലാവരെയും വിഷമിപ്പിക്കും, ആദ്യം എല്ലാവരെയും പ്രയാസപ്പെടുത്തും, എന്നിട്ടവർക്ക് മദീന വാരിക്കോരി കൊടുക്കും. എന്റെ കൊണ്ടൂർക്കരയിലെ എന്റെ പ്രിയപ്പെട്ട നൂറുൽ ഹിദായയുടെയും എന്റെ പ്രിയപ്പെട്ട ദാറുൽ ഹുദയുടെയും സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ടവരെ, മദീനയാണ് പറയുന്നത് കൊണ്ട് ആദ്യം നിങ്ങളെ ഒന്ന് പേടിപ്പിച്ചതാ, ആദ്യം നിങ്ങളെ ഒന്ന് സങ്കടപ്പെടുത്തിയതാ. മദീനയല്ലെങ്കിലും അങ്ങനെയാണ്, മദീനയല്ലെങ്കിലും അങ്ങനെയാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ മദീനത്തൊന്ന് പോയി നിൽക്കാൻ? നൗഷാദ് ബാക്കയുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മദീനത്ത് പോയിട്ടുണ്ടെങ്കിലും എന്റെ സുബ്ഹാനല്ലാഹ്, പനിച്ചു പിരിച്ച് റൂമിന്റെ അകത്ത് കിടക്കാത്ത ഒരു മദീന യാത്ര പോലും എനിക്ക് പറയാനുണ്ടാവില്ല. ശരീരത്തിന് അസുഖം വരാതെ മദീനത്തിൽ നിന്ന് വരാൻ പറ്റൂല. തളർത്തിക്കളയുന്ന മദീന. ആദ്യം അങ്ങനെയാണ്. കൊണ്ടൂർക്കരയിലെ ചെറുപ്പക്കാരാ, നിങ്ങൾ എത്ര ആവേശത്തോടെ ഓടിച്ചാടി നടന്നാൽ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മനസ്സൊന്ന് പിടഞ്ഞില്ലേ? അല്ലാഹുവേ, അത് മദീന നിങ്ങളെ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. പടച്ചവരേ, ഈ പ്രിയപ്പെട്ടവർക്ക് മദീനയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. ആരംഭ റസൂൽ പറയുകയാണ്, അബൂബക്കറെ ഒന്ന് പോയി ചോദിക്കുമോ, ഈ ആടുകൾ ആർക്കുള്ളതാണെന്ന് പോയി ചോദിക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനുള്ളതാണ്. ഉമ്മു മഅബദ് എന്ന് പറയുന്ന പെണ്ണിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മു മഅബദ് എന്ന് പറയുന്ന പെണ്ണിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഒരു ആട്ടിൽ നിന്ന് കുറച്ച് പാല് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് കുടിക്കാനാണ്, ദാഹിക്കുകയാണ്, വിശക്കുകയാണ്, തളർന്നു പോവുകയാണെന്ന് പറയുമ്പോ ഉമ്മ മഅബദ് പറയുന്നു, എന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ ഒന്നിനെ പോലും കറക്കുന്നതല്ല, ഒരു ആടിനെ പോലും കറവയുള്ളതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അബൂബക്കറെ ഒരാടിനെ തരാൻ പറയുമോ? ഒരാടിനെ തരാൻ പറയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ആടിനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരക്കുകയാണ്. പ്രസവിച്ചിട്ടില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയുടെ ആ മുലക്കാമ്പിലേക്ക് മുത്ത് ഹബീബിന്റെ മോദിസത്തിന്റെ മനോഹരമായ കരമങ്ങോട്ട് പതിയുമ്പോഴാ ഒരുപക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഭാഗ്യവതിയായ ആട് എന്റെ ഉമ്മത്തെ മുത്തുനബി തങ്ങളുടെ വിശപ്പടക്കിയ ഉമ്മു മഅബദിന്റെ ബാക്കിയുള്ള പാല് കൊണ്ട് ഉമ്മു മഅബദിന്റെ വീട്ടിൽ കൊടുക്കുമ്പോ ഉമ്മു മഅബദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മറുപടി കൊടുക്കാറ് മദീനയിലേക്ക് യാത്ര പോകുമ്പോ ഉമ്മു മഅബദിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ മഅബദ് വരികയാണ്. പെണ്ണ് നടന്ന സംഭവം പറഞ്ഞപ്പോ അബൂ മഅബദ് പറയുന്നു, ഉറപ്പാണ്, 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 അത് മക്കത്തിരുന്ന് മദീനത്തേക്ക് പോയ അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് മുത്തുനബി തന്നെയാണ്, പ്രവാചകർ തന്നെയാണെന്ന് അബൂ മഅബദ് സമ്മതിക്കുകയാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോലെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പിറന്ന നാടിന്റെ സമ്പത്തിന്റെ ഒരു തരി പോലും നിനക്ക് തരൂല നീ മദീനത്ത് പോയാൽ. വേണ്ടതും വേണ്ട. മിസ്അബ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എന്റെ പട്ടാമ്പിയിലെ ചെറുപ്പക്കാർക്കറിയുമോ എന്നറിയില്ല. അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ തിരക്ക് കൊണ്ട് പട്ടാമ്പിയോട് ഏറ്റവും വലിയ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുമ്പോ പുതിയ ഫാഷൻ യുഗത്തിലെ അരക്കിട്ടുറപ്പിച്ച മനസ്സിൽ നിന്ന് മാറാത്ത ഫാഷനെ കൊണ്ട് നടക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ എനിക്കറിയില്ല. ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം പിന്നെ ധരിക്കലില്ല. ഒരു പ്രാവശ്യം ശരീരത്തിലേക്ക് സുഗന്ധം പൂശിക്കഴിഞ്ഞാൽ എത്രയോ മൈലുകൾക്കപ്പുറത്തതിന്റെ സുഗന്ധം എത്തും
മുസ്ലിമായിരുന്നു ചരിത്രം പറയുകയാ. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാനും പോകുകയാണ്. ഉമ്മ പറഞ്ഞു, നീ പൊയ്ക്കോ, പക്ഷേ ഒരു തരി മണ്ണ് നിനക്ക് മക്കത്തുനിന്ന് തരൂല, ഒരു മുള്ള ആഹാരം പോലും നിന്റെ അവകാശത്തിലുള്ളത് തരൂല, ഒരു ഇന്തമരത്തിന്റെ കാരയ്ക്ക പോലും തരൂല. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട നബിയെ, വേണ്ട ഉമ്മ, എനിക്ക് വേണ്ട. മക്കയിലെ കൊട്ടാരം വേണ്ട ഉമ്മ, മക്കയിലെ സുഖം വേണ്ട ഉമ്മ, മക്കയിലെ തോട്ടം വേണ്ട ഉമ്മ, എന്തിനേറെ ഞാൻ ധരിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രം പോലും നിങ്ങൾ എടുത്തോ, അതൊക്കെ നിങ്ങളുടെ പൊന്നുമോന്റെ അവകാശമാണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് മുത്തുനബി മാത്രം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവർക്കൊക്കെ പരിശുദ്ധ മദീനത്ത് ചെല്ലുമ്പോൾ പനി പിടിക്കുകയാ. മക്കത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് മദീനത്ത് വന്നതാ. മനസ്സിന്റെ ഒരു വലിയ വിഷമമുണ്ട്, മക്ക വെടിഞ്ഞല്ലോ, മക്ക ഉപേക്ഷിച്ചല്ലോ. മദീനത്ത് വന്നപ്പോഴോ പനി പിടിക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനിച്ചു വിറച്ചു മദീനയുടെ മുറ്റത്തിരിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ ബൈത്ത് പാടുകയാണ്. ബഹുമാനപ്പെട്ടവര് ബൈത്ത് പാടുകയാണ്. കുല്ലും റിഇമ്മു സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ചെരുപ്പിന്റെ വാറുപോലെ മനുഷ്യനോട് മരണമെടുത്തിരിക്കുന്നു എന്ന് പാടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറച്ചു വിറച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് സയ്യിദുനാ ബിലാൽ. മറക്കല്ലേ കൊണ്ടൂർക്കരക്കാരാ, ഏത് പേമാരിക്കും തളർത്താനാകാത്തതാണ് എന്റെ ബിലാൽ എന്ന് മനസ്സിനോട് പറഞ്ഞുറപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ഹൃദയമാണ് കറുത്തുപോയത്, ബിലാലിന്റെ ശരീരം മാത്രമേ കറുത്തിരുന്നുള്ളൂ. മനസ്സ് വെളുത്തതുപോലെ ലോകത്തൊരാൾക്ക് വെളുക്കാൻ കഴിഞ്ഞിട്ടില്ല. സയ്യിദുനാ ബിലാൽ മക്കത്തിൽ നിന്ന് മുത്തുനബിയുടെ കൂടെ മദീനത്തെത്തിയ ബിലാൽ പനിച്ചു കിടക്കുകയാണ്. പക്ഷേ ബിലാലിന്റെ മനസ്സിലേക്ക് മക്കരംഗം ഇങ്ങനെ കടന്നു വരികയാണ്. മക്കയിലെ വീട്, മക്കയിലെ സുഖം, മക്കയിലെ സൗകര്യങ്ങൾ, ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് കിടന്നപ്പോഴും മക്കയുടെ മണ്ണിൽ കിടക്കാനൊരു സുഖം തന്നെയായിരുന്നു. ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് വെള്ളം കുടിക്കാറ് മക്കയുടെ മരുഭൂമിയിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോയപ്പോ ബിലാലിന് ഇത്ര വേദനിച്ചില്ല. മക്ക എന്ന് പറയുന്ന രാജ്യം കളഞ്ഞിട്ട് മദീനത്തേക്ക് വന്നപ്പോ ബിലാലിന്റെ മനസ്സ് പൊട്ടിപ്പോയി. പോരാത്തതിന് പട്ടിണിയാണ്, അരപ്പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ്, പോരാത്തതിന് പനി കൂടി വന്നപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പാടുകയാണ്, അലാലൈത ശൈരി അല്ലി അബീതന്ന ലൈലതാ ബിവാദിൻ ലഹൂലീദ ഖരീവ ജലീലി. ഒരു ദിവസമെങ്കിലും ഒന്ന് മക്കത്ത് കിടക്കാൻ പറ്റുമോ പടച്ചവനെ? എത്ര നല്ല അന്തരീക്ഷമാണ്, എത്ര നല്ല കാലാവസ്ഥയാണ്, എത്ര നല്ല സുഖമാണ്, എത്ര നല്ല രസമാണ് പടച്ചവനെ. ഒരു ദിവസമെങ്കിലും ഒന്നുകൂടി മക്കത്തൊന്ന് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ബിലാൽ ഞാൻ മരിക്കാറായെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്. പിന്നെ എങ്ങനെയാണ് മദീന? അവരൊക്കെ വേണ്ട എന്ന് വിചാരിച്ചിരുന്ന മദീനയെ ഇന്ന് ലോകം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയതാരാ? ഇന്ന് ഞാനും നിങ്ങളും കൊതിക്കുന്ന സൗന്ദര്യത്തിന്റെ കേന്ദ്രമായി പോയതെങ്ങനെയാണ്? ഇന്ന് ലോകം മുഴുവനും ഒന്ന് മദീന കാരണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? കോഴിക്കോട് ഓട്ട ഓടിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ഭാര്യയും കൂടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞതാ, ഉസ്താദേ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ ഓട്ട വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ വീട് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ വസ്തു വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ പിഞ്ചുമക്കളെയും കൊണ്ട് ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ട് ഒരുമിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കലാണ്. അതിനേക്കാൾ വലിയ ഒരു ആഗ്രഹമില്ല. അത് കഴിഞ്ഞിട്ട് മരിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് അല്ലാഹു റൂഹ് പിടിച്ചോട്ടെ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ എങ്ങനെ സംഭവിച്ചു പോയി? പിന്നെ ആ മദീനയുടെ അകത്ത് കിടന്നിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇവിടെ നിന്ന് മക്കത്തേക്ക് മടങ്ങിപ്പോയി ഒരു ദിവസമെങ്കിലും ആ മക്കത്തൊന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിലല്ലോ, ഒരു ദിവസമെങ്കിലും ആ മക്കത്തേക്കൊന്ന് പോയിരുന്നെങ്കിലല്ല, ഇത് ഹർബുല്ലുള്ള ജലീൽ പുല്ലുള്ള മനോഹരമായ മക്കയുടെ തെരുവോരത്തൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലല്ലോ എന്ന് കൊതിച്ചിട്ട് എന്തേ
ലോകം മുഴുവനും പിന്നെ മദീനയിലേക്ക് ആകർഷിച്ചു പോയതെന്തേ? സഹാബത്തിന്റെ ഈ കഷ്ടപ്പാടും സഹാബത്തിന്റെ ഈ വർത്തമാനങ്ങളും സഹാബത്തിന്റെ ഈ ദുഃഖവും മുഴുവനും കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കരമുയർത്തുകയാണ്. ആരംഭ റസൂൽ കരമുയർത്തി കഴിഞ്ഞാ പിന്നെ ആകാശം അനുസരിക്കുകയാ, പിന്നെ ഭൂമി അനുസരിക്കുകയാ, പിന്നെ അല്ലാഹുവിന്റെ മാലാഖമാരെ നിർദ്ദേശം കിട്ടാൻ കാത്തിരിക്കുകയാ. മുത്തുനബി തങ്ങൾ രണ്ട് കരമുയർത്തുകയാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക. പടച്ചവനെ, ഞങ്ങൾ മക്കയെ ഇഷ്ടപ്പെടുന്നത് പോലെ മദീന ഇഷ്ടപ്പെടാനുള്ള മനസ്സ് തരണേ അല്ലാഹ്. ഒറ്റ ദുആ മുത്ത് റസൂൽ ചൊല്ലുകയാണ്. സഹാബികളൊക്കെ നോക്കുമ്പോ ആരംഭ റസൂൽ കണ്ണീരോടെ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, പടച്ചവനെ മദീനയിലേക്ക് ഞങ്ങൾക്കൊരു സ്നേഹം തരണേ അല്ലാഹ്. കഹുബ്ബിനാ മക്ക, മക്കയെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അശദ്ദ, അതിനേക്കാൾ കൂടുതൽ, മക്കയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ മദീനയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് തരണേ അല്ലാഹ്. വൻഗുൽ ഹമ്മാഹ ഇലൽ ജുഹഫാ, മദീനയുടെ സർവ്വരോഗങ്ങളും അല്ലാഹ് ജുഹഫ എന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ ആരോഗ്യമുള്ളവരാക്കണേ അല്ലാഹ്. ഒറ്റ ദുആ ആരംഭ റസൂൽ ചൊല്ലി. ഇവിടെ വന്ന ഇപ്പോഴത്തെ രോഗം മുഴുവനും മാറ്റിയിട്ടല്ലോ, മുഴുവൻ രോഗങ്ങളും മാറ്റിയിട്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ആരോഗ്യമുള്ളവരാക്കണമെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ മറ്റൊരു സമയം നബി തങ്ങൾ ദുആ ചെയ്തു. ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു, ചരൽക്കല്ലുകൾ മാത്രമുള്ള ഒരു പ്രദേശമെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ തൂനി ബി വളു, ഒളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരിക. നബി തങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആ വെള്ളം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഒളു കൊടുത്തു, മുത്ത് റസൂൽ നമസ്കരിച്ചു. എന്നിട്ട് ആരംഭ റസൂൽ രണ്ട് കരമുയർത്തിയിട്ട് ഒരു ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിമ കാന അബ്ദുക വ ഖലീലുക, അല്ലാഹുവേ ഇബ്രാഹിം നബി നിന്റെ ഖലീലാണ്, നിന്റെ അടിമയാണ്. അതുകൊണ്ട് അല്ലാഹ് വദആലി അഹ്ലി മക്ക ബിൽ ബറക, പടച്ചവനെ ഇബ്രാഹിം നബി മക്കയുടെ ബറക്കത്തിന് വേണ്ടിയാണ് നിന്നോട് ചോദിച്ചതല്ലാഹ്. വ അന അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്, നിന്റെ പ്രവാചകരാണ്. അതുകൊണ്ട് പടച്ചവനെ അദൂകലി അഹ്ലിൽ മദീന ബിസ്ലൈമാ ബാറക്ത ലി അഹ്ലി മക്ക, മക്കക്ക് നീ ചെയ്തു കൊടുത്തതിന്റെ ഇരട്ടി ബറക്കത്ത് ഞാൻ മദീനക്ക് വേണ്ടി നിന്നോട് ചോദിക്കുകയാണ്. നീ മക്കക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന്റെ ഇരട്ടി പ്രതിഫലവും ഇരട്ടി റഹ്മത്തും ഇരട്ടി ബറക്കത്തും ഞാൻ മദീനത്തിന് വേണ്ടി ചോദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. എത്ര കഷ്ടപ്പാടുകൾ അവിടെ അനുഭവിച്ചെന്നറിയോ? ഇന്ന് നിങ്ങൾ പോകുമ്പോൾ വിശാല വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്ന തൂണുകളുടെ അകമ്പടിയുള്ള, അറിയാതെ ഉയർന്നു പോകുന്ന, സമയമാകുമ്പോൾ താഴ്ന്നു പോകുന്ന മസ്ജിദുൻ നബവിയുടെ മനോഹരമായ കുടകൾ, അതൊന്നുമില്ലാത്ത ഒരു മസ്ജിദുൻ നബവി ഉണ്ടായിരുന്നു. മദീനത്ത് പോകുമ്പോൾ ചില ബുക്ക് സ്റ്റാളുകളിൽ പഴയകാലത്തെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടോ കിട്ടും. ഒന്നാമത്തെ കല്ലിട്ടതാരാ? എന്തുകൊണ്ടാണ് സയ്യിദന്മാരെ വീട്ടിൽ കല്ലിടാൻ വിളിക്കുന്നത്? ചില ആളുകൾ പറയും, ഞാൻ ലീഗുകാരനല്ലാത്തത് കൊണ്ട് ഞാൻ പാണക്കാട് തങ്ങന്മാരെ എൻ്റെ വീടിൻ്റെ ഒരു കാര്യത്തിനും വിളിക്കലില്ല. പാണക്കാട് തങ്ങന്മാർ ലീഗുകാരായതുകൊണ്ടാണ് കേരളം സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ആനമണ്ടത്തരമാണ്. അഹ്ലുൽ ബൈത്തിന്റെ പേരിലാണ് ആ സ്നേഹം, അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ സ്നേഹം അവർക്ക് കൊടുത്താൽ അള്ളാന്റെ കോടതിയിൽ ഒന്നും കിട്ടൂല. അത് രാഷ്ട്രീയത്തിലല്ലേ കിട്ടുള്ളൂ. ആ സ്നേഹം അവർക്ക് കൊടുക്കേണ്ടത് അഹ്ലുൽ ബൈത്തിന്റെ ഒരു പരിഗണന വെച്ചിട്ടാണ്. സർവ്വ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കേണ്ടത് തങ്ങന്മാരാണ്, അല്ലേ? അതിപ്പോ അള്ളാഹു സമസ്തയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ഭാഗ്യം അതല്ലേ? എല്ലാ സ്ഥാപനത്തിലും ഹൈദരലി തങ്ങള്, സോദിഖലി തങ്ങള്, ഹമീദലി തങ്ങള്, അൽഹംദുലില്ലാഹ് SKSSFന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ അള്ളാഹു കരുത്തുറ്റ നേതൃത്വമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ അരാജകത്വത്തിനുമെതിരെ ഇവ നിരക്ക് മുന്നിൽ നിരന്ന് നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ പാണക്കാട് കുടുംബത്തിലെ ആ ബഹുമാന്യ വ്യക്തിത്വത്തിന് അള്ളാഹു തൗഫീഖും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങന്മാരാണ് തുടക്കം കുറിക്കേണ്ടത്, അല്ലേ? എന്തൊരു മഹാഭാഗ്യമായിരിക്കും അത്. കാപ്പിൽ ഉമർ ഉസ്താദിനെ കാണാൻ പോയി 3 ദിവസം മുമ്പ്. ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോൾ, ഇപ്രാവശ്യം പോയപ്പോൾ ഉസ്താദ് ഫുൾ കരച്ചിലായിരുന്നു.
ഇവിടുത്തെ കൊണ്ടൂർക്കരത്തെ 3-4 യുവ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ആ ഭാഗ്യം കിട്ടി അവിടെ ഒന്ന് കാണാൻ, സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു അസ്ഹരി തങ്ങളെ എന്നാണ് ലാസ്റ്റ് കണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു 2 വർഷമായി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കരയാണ്. ഉസ്താദുമാർ കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമുക്ക് ഇൽമു പഠിപ്പിച്ചെന്ന് ഉസ്താദ് നമ്മുടെ മുന്നിൽ എന്തിനു വേണ്ടി കരഞ്ഞാലും സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ബദർ യുദ്ധത്തിൻ്റെ തലേ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ ഇനി അങ്ങ് കരയരുത്, എനിക്ക് സഹിക്കാൻ പറ്റൂല, ഇനി അങ്ങ് കരയരുത് നബിയെ എന്ന് പറഞ്ഞത്. ഉസ്താദുമാര് കരയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, പ്രയാസമാണ്. ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസ്ഹരി തങ്ങൾ വഫാത്തായപ്പോൾ നിർബന്ധമായും ഒന്ന് പോയി കാണാൻ. അത്ര കമ്പനിയായിരുന്നു, അത്ര ബന്ധമായിരുന്നു, വല്ലാത്ത അടുപ്പമായിരുന്നു. ഒന്ന് പോയി കാണണമെന്ന് തീരുമാനിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റിയില്ല, കാലത്രയ്ക്ക് വേദനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയാണ്. തങ്ങന്മാരോടുള്ള ബന്ധം നമ്മുടെ പരലോകത്തെ വിജയിപ്പിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരംഭ റസൂലാണ് മസ്ജിദുൻ നബവിയുടെ 1-ാമത്തെ കല്ല് വെച്ചത്. 2-ാമത്തെ കല്ല് വെച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. 3-ാമത്തെ കല്ല് വെച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ്. 4-ാമത്തെ കല്ല് വെച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് വരാൻ പോകുന്ന ഭരണകർത്താക്കളുടെ ലിസ്റ്റാണ് അല്ലേ. സമസ്തയുടെ ഷംസുൽ ഉലമയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവസാന സമ്മേളനം നടക്കുമ്പോൾ സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ കസേരയിൽ ബഹുമാനപ്പെട്ടവരിരുന്നില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ആ സ്ഥാനത്തിരുന്നില്ല. എന്നിട്ട് അവിടെ ചെറുശ്ശേരി ഉസ്താദിനെ പിടിച്ചിരുത്തി. ബുദ്ധിയുള്ള സമസ്തയുടെ ആൺമക്കൾക്ക് മനസ്സിലായി, ഇത് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ അവസാന സമ്മേളനം. ഇനിയുള്ള സമ്മേളനത്തിന് സെക്രട്ടറി ആയിട്ട് ഇരുത്തേണ്ടത് ശരിയാണ്. അടിയും ബഹളവും ലഹളയും ഇല്ലാത്ത ഒരു ആത്മീയ തെരഞ്ഞെടുപ്പായിരുന്നു. 2-ാമത്തെ കല്ല് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3-ാമത്തെ കല്ല് വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങോട്ട് സഹാബികൾ പണി തുടങ്ങി. കഴിവുള്ളവരും ഇല്ലാത്തവരുമായ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ സുഖമില്ലാതെ കിടക്കുന്നവര് കല്ല് തലയിൽ ചുമന്നുകൊണ്ട് വരികയാണ്. സുഖമില്ലാതെ കിടക്കുന്നവര് വരെ കല്ലുകൊണ്ട് വരികയാണ്. സഹാബികളാകെ കരഞ്ഞു പോയ രംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ തട്ടമെടുക്കുകയാണ്. എന്നിട്ട് ആ തട്ടത്തെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയെന്ന് ചരിത്രം പറയുന്നു. മുത്തു റസൂലാണ് ചെറുപ്പക്കാരാ, മുത്തു ഹബീബാണ് സംഘാടകര്. മുത്തു ഹബീബ് 4ആയിട്ട് ആ തട്ടം മടക്കിയിട്ട് തന്റെ വലത്തെ തോളിൽ വെച്ച് ഒരു കല്ലെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തോളത്ത് വെച്ച് ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് വേണ്ടി പോകുമ്പോ ആ ചുവരിൽ ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ മാത്രം മദീനത്ത് പോകുന്ന മടയന്മാരായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ പതിക്കാൻ പാടില്ല. അല്ലാഹുവേ കാക്കണേ പടച്ചവനെ. ഒരു കല്ല് തോളത്ത് വെച്ച് മുത്ത് റസൂൽ നടന്നു പോയപ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മാറിയിരുന്നു കൊണ്ട് കരയുകയാണ്. കൊണ്ടുപോയ കല്ല് തറയിൽ വെച്ചിട്ട് അമ്മാർ ഇബ്നു യാസിർ കരയുകയാണ്. എനിക്ക് സഹിക്കുന്നില്ല നബിയേ, എനിക്ക് സഹിക്കുന്നില്ല നബിയേ, എനിക്ക് സഹിക്കുന്നില്ല നബിയേ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. വന്നിട്ട് 2 കല്ലെടുത്തിട്ട് 2 തോളിൽ വെച്ചിട്ട് നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാറേ നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്താ പോരെ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് കല്ല് ചുമക്കാനുള്ള ആളല്ല നബിയേ, അങ്ങനെ ചുമക്കണ്ട നബിയേ. ആ കല്ല് കൂടി ഞാൻ ചുമന്നുകൊള്ളാം. എന്റെ മുത്തു റസൂൽ എടുക്കേണ്ടുന്ന കല്ലാണ് അമ്മാർ എടുക്കുന്നതെന്ന് ഞാൻ സഹാബത്തിനോട് പറഞ്ഞുകൊള്ളാം. യാ റസൂലല്ലാഹ്, ഇനി ഒരു കല്ല് പോലും അങ്ങ് ചുമക്കല്ല നബിയേ, അങ്ങയുടെ കല്ലുകൂടി ഞാൻ ചുമക്കുകയാണെന്ന് പറഞ്ഞപ്പോ അമ്മാർ ഇബ്നു യാസിറിന്റെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂൽ കൈകൊണ്ട് തടവുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മാറേ ഇബ്നു സുമയ്യ, എന്റെ സുമയ്യയുടെ പൊന്നുമോനെ. കൈകൊണ്ട് മുതുകിലിങ്ങനെ തടവിയിട്ട് പറയുന്ന ഇബ്നു സുമയ്യ, എന്റെ സുമയ്യയുടെ പൊന്നുമോനെ, ലിന്നാസി അജുർനി, കല്ല് ചുമക്കുന്നവർക്ക് ഒരു പ്രതിഫലമാണ്. പക്ഷേ എന്റെ അമ്മാറെ വലക അജറാൻ, നിനക്ക് മാത്രം 2 പ്രതിഫലമാണ്.
ഈ കല്ല് ചുമക്കുന്നവർക്കൊക്കെ ഒറ്റക്കൂലിയേ ഉള്ളൂ. പക്ഷേ അമ്മാരെ കണ്ണീരുടച്ചുകൊണ്ട് 2 കല്ല് തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന അമ്മാരെ, വലക്ക അജറാ, നിനക്ക് 2 പ്രതിഫലമാണടാ അമ്മാരെ. എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു, ഞാനൊരു സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരട്ടെയോ, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ശഹീദുകൾ ശുഹദാക്കളിൽ പെട്ടവനാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമായിരുന്നു അത്. എന്റെ മുത്തു റസൂൽ എനിക്കെല്ലാം തന്നു. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ്? സ്നേഹിക്കുന്നവർക്കറിയാം ചെറുപ്പക്കാരാ, ഇഷ്ടപ്പെടുന്നവർക്കറിയാം പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ്? സലാത്തിന്റെ പവർ എങ്ങനെയാ, മദ്ഹിന്റെ പവർ എങ്ങനെയാ, മദീനയുടെ മഹത്വം എങ്ങനെയാ, ആരംഭ റസൂലിന്റെ പേര് പറയുമ്പോ കിട്ടുന്ന യോഗ്യതയുടെ അളവെങ്ങനെയാണ്? എന്തിനേറെ ആ മുത്തി നബിതങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതിന് പകരമായിട്ട് എന്റെ കാതിലൂടെ പറഞ്ഞ സമ്മാനങ്ങൾക്ക് എണ്ണാൻ കണക്കില്ലാത്തതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൂടി കണ്ടപ്പോൾ സുഖമില്ലാതെ കല്ലുപറക്കാതെ മാറിയിരുന്ന പോലെ ചില സഹാബികൾ ഞങ്ങൾ ജോലി ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, സുഖമില്ലാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല, ആരോഗ്യമില്ലാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കല്ല് ചുമന്നു അത്രേ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ചെയ്തു അത്രേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരാൾ നടന്നു പോവുകയാണ്. ആ ഒരാൾക്ക് പ്രൗഢിയുണ്ട്, പ്രഭുവാണ്, ഗംഭീരമായ വസ്ത്രധാരണമാണ്, രൂപഭാവങ്ങളാണ്. സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചയാ പോകുന്നതാരാ? സഹാബികൾ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖനാണ്. അയാളെ കുടുംബത്തിൽ നിന്നൊരു വിവാഹം വേണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഇവിടത്തെ എല്ലാ കുടുംബക്കാരും ഓടിവരും നബിയേ. അയാളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ ഈ നാട്ടുകാർ മുഴുവനും ഓടിവരും നബിയേ. അത്രത്തോളം വലിയ പ്രൗഢിയും ഗംഭീരവുമുള്ള ആളാണെന്ന് പറയുമ്പോ അടുത്ത ഒരാൾ കടന്നുപോയി. ഒരു ചെറിയ തോൽപാത്രത്തിൽ കുറച്ച് കാരക്ക വെച്ചുകൊണ്ട് നടന്നുപോയ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതാരാണ്? ആ സമയത്ത് പറയുകയാണ്, ഒരു മുഹാജിറാണ് നബിയേ, അങ്ങയുടെ കൂടെ മക്കത്തിരുന്ന മദീനത്തിലേക്ക് വന്ന ഏറ്റവും വലിയ പാവപ്പെട്ടവനായ സ്വഹാബിയാണ്. ആ കുടുംബത്തിലാർക്കും കല്യാണം നടക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ചെല്ലൂല നബിയേ, അത്ര ഗതിയില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, നബി അവിടെ എന്തിനാ കരയുന്നത്? മുത്തറസൂല് പറയുന്നു, ആദ്യം പോയ ഒരാളെ പോലെ ലോകം നിറച്ചും ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് രണ്ടാമത് പോയ പ്രവാചക പ്രേമിയായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനായ ഒരാളുണ്ടാകലാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ആരവങ്ങളെ പോലെ ഓടി വരുന്ന ജനസാഗരത്തിനിടയിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പ്രേമമുള്ള മനസ്സ് പൊട്ടിപ്പോകുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾ മതി മദീനയുടെ നായകന് സന്തോഷമാകാൻ. അല്ലാഹുവേ, ഇവിടെ വന്നവരിൽ അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരിൽ ഒരാളായി എന്നെ നീ മാറ്റണേ അല്ലോ. ചിന്തിക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? 1000 ആളുകൂടെ ഒരുമിച്ച് കൂടുമ്പോ ആ 1000-ൽ മദീനയുടെ മാർക്കിടുമ്പോ ഒന്നാമത്തെ സ്ഥാനം നിനക്ക് കിട്ടുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതിന് കിട്ടാൻ കഴിയണമെടാ. ഇല്ലെങ്കിൽ പിന്നെ ഈ ബഹളം എന്തിനാ, ഈ വെപ്രാളം എന്തിനാ, ഈ ഒരുക്കം എന്തിനാണ്, ഈ അരങ്ങെന്തിനാണ്, ഈ അനക്കമെന്തിനാണ്, ഈ അടക്കമെന്തിനാണ്? എവിടെയും ഒന്നാം സ്ഥാനം കിട്ടില്ലെങ്കിൽ പിന്നെ പ്രവാചകരെ പ്രേമിക്കണ്ട. 1000 ആളെ കൂട്ടി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുക്കുമ്പോ ഒന്നാമത് എന്നെ തിരഞ്ഞെടുക്കുന്ന പ്രേമമാണ് എനിക്കുള്ളത്. വലിച്ചെറിയണം പെങ്ങളെ. നിന്റെ മനസ്സിനെ തോൽപ്പിക്കുന്ന പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ കഥ പറയുന്ന നേതാക്കന്മാരെ വലിച്ചെറിഞ്ഞോ, സിനിമാ നടന്മാരെ വലിച്ചെറിഞ്ഞോ, സീരിയൽ നടികളെ വലിച്ചെറിഞ്ഞോ, ഒന്നും കിട്ടൂല പൊന്നുമോളെ. ആരാണ് അവനെന്ന് ചോദിക്കുന്ന ഖബറിന്റെ ഉള്ളറയിൽ ആരംഭ റസൂലിന്റെ രൂപഭാവങ്ങൾ കണ്ടിട്ട് എന്റെ കരളിന്റെ കഷണമായ മുത്ത് തങ്ങളാണെന്ന് പറയണമെങ്കിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂൽ രഹസ്യമാര് മാർക്കിടുമ്പോ ഒന്നാം സ്ഥാനം കിട്ടുക. അല്ലാഹുവേ, ഈ സരസ് നീ മുത്ത് നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കണേ അല്ല, ആരംഭ റസൂലിന് കാണിച്ചു കൊടുക്കണേ അല്ല. പറന്നു പോകാൻ ചിറകില്ലാത്തവരാണ് ഞങ്ങള്, പൈസ ഇല്ലാത്തവരാണ് ഓടിയെത്താൻ. എത്രയോ പാവപ്പെട്ടവരിവിടെ ഉണ്ടല്ലോ.
ഭർത്താവ് കൊണ്ടുവരുന്ന കാശുകൊണ്ട് ചെലവിന് നോക്കാൻ പോലും തികയാറ്, വൈകുന്നേരം ഒന്നും കഴിക്കാനില്ലാതെ വെള്ളം കുടിച്ച് മക്കൾക്കും ഭർത്താവിനും കൊടുത്തിട്ട് അടുക്കളയിൽ അവസാന പാത്രത്തിന് വെള്ളം കുടിച്ചിട്ട് സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവർ കൊണ്ടൂർക്കരയിലുണ്ടല്ലോ. പടച്ചവനെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലോ. അവർക്ക് പറന്നു വരാൻ പണമില്ല, ചിറകില്ല, കഴിവില്ല റബ്ബേ. അവരെ പോലെ നൂറുകണക്കിന് ആളുകൾ പട്ടാഭിയിലുണ്ട് തമ്പുരാനെ. പടച്ചവനെ നിന്റെ മുത്ത റസൂൽ മദീനത്തിൽ നിന്ന് ഇവിടേക്ക് വന്നാൽ ഇവിടെ വന്ന് മാർക്കിടുമ്പോ അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന രീതിയിൽ ഈമാനികമായിട്ട് അവരെ വളർത്തണേ അല്ല. 100 പ്രാവശ്യം മദീനത്ത് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോകാത്തവരെ കാണാൻ മുത്തുനബി തങ്ങൾ തേടി വരുന്ന പ്രേമം നിന്റെ കൽബിലുണ്ടാവട്ടെ അല്ലാഹുവേ. പ്രവാചക പ്രേമത്തിന്റെ വിഷയത്തിൽ 2ാം സ്ഥാനക്കാരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലോ. അത് വന്നാൽ നമ്മൾ പരാജയപ്പെടും. മദീനയിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിച്ചവര് മദീനയിലെ മുത്തഅല്ലിമീങ്ങളായിരുന്നു. ഇന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മുത്തഅല്ലിമീങ്ങളല്ലേ. ഏറ്റവും അധികം നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ മുത്തഅല്ലിമീങ്ങൾ സൗഭാഗ്യങ്ങൾ കിട്ടി? നിങ്ങളവരെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. മദീനയിലെ മുത്തഅല്ലിമീങ്ങളിൽ ഒന്നാമനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോയി നിൽക്കുമ്പോൾ മുഅദ്ദിൻ വാളെടുത്ത് ഖത്തീബിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പട്ടിണി കിടന്നു പഠിച്ച മുത്തഅല്ലിമീങ്ങളിലെ ഒന്നാമത്തെ നിരയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ നമ്മുടെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയം മുതൽ പട്ടിണി മാറി തുടങ്ങിയ സമയമാണ്. അതിനു മുമ്പൊക്കെ ശരിക്ക് പട്ടിണി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ പട്ടിണി മാറി തുടങ്ങി അല്ലേ? പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിൽ വലിയ ദാരിദ്ര്യമാണ്. ഇന്ന് അവിടെയും ദാരിദ്ര്യമില്ലല്ലോ. എന്ത് ദാരിദ്ര്യം? അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നു. 1.5 കോടി രൂപയുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജാണ്. തലയെടുപ്പോടുകൂടി ഇതാ ഫെബ്രുവരി മാസം ബീവി ഉമ്മയുടെ ആണ്ട് നടക്കുന്നു. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഞാനും എൻ്റെ ആ പന്തല്ലൂർ ഇമ്പിച്ചു പോയ തങ്ങളുടെയൊക്കെ സുഹൃത്തായ കേച്ചേരി ഷാഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മീൻ 20 മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു മീൻ എന്ന കണക്കിലാണ് പട്ടാമ്പി ചന്തയിൽ നിന്ന് അവിടെ മീൻ കൊണ്ടുവരിക. 20 മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു മീൻ എന്ന കണക്കിലാണ്. ഒരു മുള്ളിൻ്റെ ഒരു കഷ്ണമൊക്കെയാണ് എനിക്കൊക്കെ കിട്ടുക അല്ലേ? അപ്പോൾ ഇന്ന് മുത്തഅല്ലിമീങ്ങൾ കഷ്ടപ്പാടില്ല. എല്ലാ കോളേജിലും എങ്ങനെയുണ്ട് ഉസ്താദേ? കുഴപ്പമൊന്നുമില്ല. 3 നേരത്തെ ബിരിയാണിക്ക് 10,000 രൂപ, മട്ടന് 4,000 രൂപ, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഓഫർ ചെയ്തിട്ട് അങ്ങ് സഹായിക്കുകയാണ്. അതിന് വലിയ പുണ്യമാണ്. അള്ളാഹു നിങ്ങൾക്കറിയും, ഇന്നിവിടെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ ഖിറാഅത്ത് നടത്തി. ഞാൻ ആദ്യമായി കൊണ്ടൂർക്കരയിൽ വാദ് പറയാൻ വന്നപ്പോൾ ഈ നാട്ടിലെ ഹാഫിളുകൾ ഉണ്ടാവണം, ഈ നാട്ടിലെ ഹിഫ്ള് കോളേജ് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇന്ന് ഖുർആൻ ഓതുന്നതിന് മുമ്പ് സ്വാദിഖ് ഉസ്താദിന്റെ കൈ പിടിച്ചു. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഹാഫിളാകാൻ ദുആരക്കണം, ഞാൻ ഹിഫ്ളിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ, വെളിയിലല്ല, ഇവിടെ തന്നെ. അല്ലാഹുവേ പടച്ചവനെ, മഹാന്മാര് തുടങ്ങി വെച്ച ഈ സ്ഥാപനത്തെ നീ പട്ടിണിയാക്കല്ലേ അല്ലാ. കോടിക്കണക്കിന് രൂപയുടെ കണക്കെഴുതിയിട്ട് അല്ലാഹുവിന്റെ കിതാബ് കുഞ്ഞുമക്കളുടെ തലച്ചോറിലേക്ക് ഒത്തിവെക്കാൻ പോകുമ്പോ അല്ലാഹുവേ ഒരു തളർച്ചയും ഒരു ക്ഷീണവും നീ കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ. ഈ സാധുവായ നൗഷാദ് ഭാഗവന്റെ പേഴ്സിൽ നിന്ന് ആദ്യമായി എടുത്തിട്ട് കൊടുത്ത 500-നും 1000-നും ഒക്കെ പടച്ചവനെ നീ കൊടുത്ത മഹത്തായ ബറക്കത്ത് മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തമാണ്. കാപ്പിൽ ഉമർ ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാരുടെ ദുആയാണ്. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കൾക്ക് അതിനുള്ള യോഗ്യത നീ കൊടുത്തിട്ടില്ല. അവരറിവില്ലാത്തവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ബറക്കത്ത് ഇവിടെയും നടക്കുകയാണ്. മനോഹരമായ ഒരു സ്ഥാപനം തലയെടുപ്പോടുകൂടി ആയിരക്കണക്കിന് മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച്, ലോകത്തെ കുറിച്ച് ബോധമുള്ളവരാക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ഉമ്മ നിന്റെ മക്കളാണ്. ചെറുപ്പക്കാരാ, നമ്മുടെ വരാൻ പോകുന്ന മക്കളാണ്. നമ്മുടെ ഭാവിയിൽ കിരീടമില്ലാത്ത അല്ലാഹുവിന്റെ ആരിഫീങ്ങളായി മാറാൻ പോകുന്ന തലമുറയെ വാർത്തെടുക്കുന്ന ഒന്നാമത്തെ സംരംഭമാണ്. കാലം എത്ര കഴിഞ്ഞാലും അവർ ദുആ ചെയ്യും, വലിമന്ന ആനന, ഞങ്ങളെ സഹായിച്ചവരെ കൂടി നീ സഹായിക്കണേ അല്ലാ എന്ന് ആ പ്രിയപ്പെട്ട മക്കൾ ദുആ ചെയ്യുമ്പോൾ കാലം എത്ര കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നിലേക്ക് മറിച്ചു നോക്കുമ്പോൾ 1 രൂപ നമ്മുടെ കൈ കൊണ്ടുണ്ടെങ്കിൽ ആ ഒരു ബറക്കത്ത് 6 അടി മണ്ണിൻ്റെ അകത്ത് കിട്ടട്ടെ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. കൊണ്ടുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ മഴയെ തോൽപ്പിക്കുന്ന സ്വതക്ക തന്നെ ആവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല റാഹത്തോടെ അല്ലേ? ഈ വന്നിരിക്കുന്നവർ
ഈ വന്നിരിക്കുന്നവർ ഇന്ന് ബക്കറ്റുകൾ എണ്ണി നോക്കിയിട്ട് സംഘാടകർ പറയണം, അൽഹംദുലില്ലാ ഈ വന്നവർ ആ സ്ഥാപനത്തെ നെഞ്ചിലേറ്റാൻ ഒരുങ്ങി. ഇതൊരു വലിയ പ്രൗഢി കാണിക്കാനല്ല, അൽഹംദുലില്ലാ എവിടെ പോയിട്ട് കൈനീട്ടിയിട്ടാണെങ്കിലും ഇത് നമുക്ക് സ്ഥാപനം വളർത്തിയെടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. മദീനയുടെ ഏറ്റവും വലിയ പട്ടിണിക്കാരെ കുറിച്ച് പറയാൻ പോകുന്നു. അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ, കരുണക്കടലായ തമ്പുരാനെ, സ്വരക്ക നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്യുന്ന സ്വതക്ക അല്ലാഹുവേ ഒരു കുഞ്ഞിന്റെയെങ്കിലും പട്ടിണി മാറ്റുന്ന സ്വതക്കയാക്കി മാറ്റണേ അല്ലാ. ഒരു കുഞ്ഞിനെങ്കിലും ഇൽമിന്റെ കിതാബുമായിട്ടിരുന്ന് പഠിക്കാനുള്ള സ്ഥലത്തിനുതകുന്ന സ്വതക്കയാക്കണേ അല്ലാ. ഇവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വതക്കയാക്കി റബീഉൽ അവ്വലിന്റെ കവാടം തുറന്ന് ഈ പരിശുദ്ധ ദിവസത്തിൽ ഈ സ്വതക്കയെ നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹ് സ്വല്ലി അലൻ നബി മുഹമ്മദ്. സമയം വൈകിയത് കൊണ്ടാണ് ദുആ ചുരുക്കിയത്. കാര്യമായ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് സമാപനവും നാളെയും. നാളെ എന്തായാലും നമുക്ക് നേരത്തെ തുടങ്ങണം, കാര്യമായി എല്ലാവരും നേരത്തെ വരികയും വേണം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞിട്ട് ഒരു ബറക്കത്തിന് നമുക്ക് ഇത്രയും ഇന്ന് കിട്ടിയതിൻ്റെ മഹാത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത്രക്ക് ഞാൻ മാരിവൻ്റെ സമയമായപ്പോഴൊക്കെ ഇന്ന് പരിപാടി ഉണ്ടോ, ഞാനല്ല വിളിച്ചു ചോദിച്ചത്, നൂറുകണക്കിന് ആളുകൾ വേറെ വിളിച്ചു ചോദിച്ചു. പാലക്കാട് നിന്ന് വന്നവർ ഒറ്റപ്പാലത്തെത്തിയിട്ട് തിരിച്ചു പോകാൻ നേരം സംഘാടകർ വിളിച്ചു എന്ന് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോകട്ടെ, ഇന്ന് എന്തായാലും ഉണ്ടാവില്ല, അത്രയ്ക്ക് വലിയ മഴയാണ്, ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ മഴ കൂടുകയെന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും അൽഹംദുലില്ലാ അല്ലേ, അവർ കുറേ സ്വലാത്തൊക്കെ ചൊല്ലി കരഞ്ഞിട്ട് അവർ ദുആ ചെയ്തു എന്ന് പറഞ്ഞു. അവർക്ക് ഈ കഷ്ടപ്പെട്ടതിനൊരു ദിവസം നഷ്ടപ്പെട്ടു പോകില്ലേ, പിന്നെ എന്നാണ് ഈ 2 ദിവസം ഇങ്ങനെ വാത് വെക്കാൻ പറ്റുക? ഇത്രയും ത്യാഗം ചെയ്ത് ഇവിടെ അന്ന് വാത് പറയാൻ വന്ന സ്ഥലം പോലെ തന്നെയല്ല, ഒരു മാറ്റവും ഇല്ല. ഇവിടെ ആരും വീടൊന്നും വെക്കലൊന്നും ഇല്ലേ, ഒരു മാറ്റവും ഇല്ല. എന്തെങ്കിലും ഒരു പുതിയ സാധനം വെച്ച് പിടിപ്പിച്ച് പോലും കാണാതെ അങ്ങനെ തരിച്ച് ഭൂമിയായിട്ട് അങ്ങനെ. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഒരു ഭൂമി കിട്ടൂല ആർക്കും. 2 സെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റ് കിട്ടുകയാണ്, അതിനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രാസിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ. അള്ളാഹു തആല നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ അല്ലേ. എല്ലാവരും കാര്യമായി ദ്വാരക്കണം. അള്ളാഹുവിൻ്റെ അദാബ് വന്നാൽ പിടിച്ചു നിൽക്കാനും താങ്ങാനൊന്നും പറ്റൂല, വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. മുസ്തഫ ഡോക്ടർ ഇവിടെ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർത്തു പോവാണ്. കാരണം അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഒരു സൂചന തന്നത്, നമ്മുടെ നാട്ടിൽ ക്യാൻസർ അധികരിക്കുന്നു എന്നൊരു വലിയ സൂചന. അപ്പോൾ അതിന് നമ്മുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരും സാമുദായിക നേതാക്കന്മാരും ഉസ്താദുമാരും ഒക്കെ കൂടിയിരുന്നിട്ട് ഒരു പദ്ധതികൾ ആവിഷ്കരിക്കണം. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പ് കണ്ടു ഒരു ക്യാൻസർ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ ഒരു വാഹനം. ഒരാളിറങ്ങിയെന്ന് പ്രസംഗിക്കുന്നു, ആ റോഡേ പോകുന്ന ഒരു പട്ടി പോലും എന്താണ് ഇയാൾ പറയുന്നതെന്ന് കേൾക്കാൻ ഒന്നും നോക്കുന്ന പോലുമില്ല. കാരണം എന്താ, ആവശ്യമുണ്ടോ? ഇയാൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അയാളൊരു പൊതുപ്രവർത്തകനാണ്. ഞാനും എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ നിയാസിനോട് പറഞ്ഞു, അല്ല തൻസീറിനോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു, നിർത്തി. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കേട്ടു. ഞാൻ വിചാരിച്ചു മൈക്കെടുത്തിട്ട് 10 മിനിറ്റ് പ്രസംഗിച്ചാലോ, എങ്കിൽ ആൾ വരും, സ്ഥലത്തൊക്കെ ചൊല്ലി പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആൾ വരും. അവർക്കതല്ലേ എന്താ ഈ പറയുന്നതെന്ന് കേൾക്കാൻ ആളില്ല. അയാളൊരു ഡോക്ടറാണ്. കാര്യമായി ക്യാൻസർ തടയുന്നതിന് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് കേൾക്കുന്നില്ല, അറിയുന്നില്ല, ഒന്നുമില്ല. എല്ലാവരും അവരുടെ ജോലി നോക്കിപ്പോൾ വരുമ്പോഴാണ് അത് അനുഭവിക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. കോഴിക്കോട്ടത്തെ ആ പൊന്നുമോനെന്ന് വിളിച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞു കാണും, ഫേസ്ബുക്ക് സ്പെഷ്യൽ പേജിലൂടെ. ഇപ്പോൾ ആ പേജൊക്കെ നിർത്തി ഞാൻ, എങ്കിൽ പോലും ആ പേജിലൂടെ 12 വയസ്സുള്ള RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു മോൻ വാപ്പയുടെ വാഹനത്തിന് മുന്നിൽ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ. ഉസ്താദെ എനിക്ക് ക്യാൻസറാണ്, അസുഖം വരുന്നതിന് മുമ്പ് വാപ്പച്ചിയുടെ വാഹനത്തിൻ്റെ മുമ്പ് നിന്നെടുത്ത ഫോട്ടോയാണ്, ഉസ്താദ് വാരക്കണം എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റിയില്ല സഹോദരൻ. 12 വയസ്സല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ മക്കളുടെ പ്രായം, ഓടിക്കളിക്കുന്ന, ചാടിക്കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, വികൃതി കാണിക്കുന്ന, കുസൃതി കാണിക്കുന്ന പ്രായം. അത്ര ഗൗരവത്തോടു കൂടി ആ മോൻ പറയാൻ, ഉസ്താദ് എനിക്ക് കൊണ്ട് ദ്വാരക്കണം. ഇന്ന് മുറ്റിച്ചൂര് ഷാഫിയുടെ വീട്ടിലിരിക്കുമ്പോൾ ആ മോൻ ഫോൺ വിളിച്ചു, ഉസ്താദ് വീട്ടിലുണ്ടോ എന്ന് കൊടുക്കുമോ? അങ്ങനെ ഫോൺ തന്നു. RCCയിലാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് വിട്ടു ഉസ്താദെ, പ്രതീക്ഷയൊന്നും ഡോക്ടർ പറയുന്നില്ല. അവൻ സംസാരിക്കുകയാണ്. എന്ത് നല്ല രസമുള്ള സംസാരമാണ്. RCCയിൽ നിന്ന് വിട്ടു ഉസ്താദെ, കോഴിക്കോട് ചെറിയ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഉസ്താദ് ആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ മക്കളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വതക്കയുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ സുരക്ഷിതത്വം നമുക്കത് അനുഗ്രഹിക്കട്ടെ. മദീനയിലെ ഏറ്റവും വലിയ പട്ടിണിക്കാരെന്നറിയോ? അഹ്ലു സുഫത്തിന്റെ ആളുകളായിരുന്നു, അവിടുത്തെ മുതഅല്ലിമീങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുക്കുമ്പോ ആ ക്ലാസിന്റെ മുമ്പ് പോയിരുന്നിട്ട് ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ വാത് കേട്ടിരുന്ന പ്രിയപ്പെട്ട സഹാബികളായിരുന്നു. അല്ലാഹുവേ, അവര് പട്ടിണിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മുണ്ട് മുറുക്കി ഉടുത്തിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലിരിക്കുമ്പോ കാല് വേദനിച്ചിട്ടെങ്ങാണമെന്ന് എഴുന്നേറ്റാൽ വസ്ത്രം ലൂസാകുമ്പോ വയറ് ചുരുങ്ങിയിട്ട് വീണ്ടും വയറ് വിശക്കുന്ന ഏറ്റവും വലിയ സങ്കടത്തിന്റെ അവസ്ഥ. പട്ടിണിയായിരുന്നു പലരും. ഇന്നും അവിടെ പോകുമ്പോൾ ആ റൗള ശരീഫിന്റെ ഭാഗത്ത് അഹ്ലു സുഫയുടെ തിണ്ണ നമുക്ക് കാണാം. സുഫത്ത് എന്ന് പറഞ്ഞാൽ തിണ്ണ, തിട്ട എന്നൊക്കെയാണ് അർത്ഥം. അഹ്ലെന്ന് പറഞ്ഞാൽ ആളുകൾ, ആ തിണ്ണയുടെ ആളുകൾ എന്നാണ് അവരുടെ പേര്. അല്ലാഹുവേ, പടച്ചവനെ, അഹ്ലു സുഫത്തിന്റെ പ്രിയപ്പെട്ട ആളുകള്, ആ പ്രിയപ്പെട്ട സഹാബികൾ ഇരുന്ന സ്ഥലം ഇന്ന് റൗള ശരീഫിന്റെ മുറ്റത്തുണ്ട്. അല്ലാഹുവേ, അതൊന്ന് കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടെ ഏറ്റവും അധികം പട്ടിണി കിടന്നവരിൽപ്പെട്ട ഒന്നാമത്തെ ആൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് പറയുന്ന, ഒരു ദിവസം ഞാൻ വിശപ്പ് സഹിക്കാനാകാതെ പോകുന്നവരാരെങ്കിലും എന്തെങ്കിലും തരട്ടെ എന്ന് പറഞ്ഞ് വഴിയോരത്ത് പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തൊരു ജീവിതമായിരുന്നു റബ്ബേ! ചിന്തിക്കുമ്പോ സങ്കടമാകുന്നു തമ്പുരാനെ. ഞങ്ങളാരും അങ്ങനെ വഴിയോരത്ത് പോയിരുന്ന് കൈനീട്ടിയിട്ടില്ല റബ്ബേ. ഞങ്ങളാരും അങ്ങനെ വഴിയോരത്ത് പോയിരുന്ന് കൈനീട്ടിയിട്ടില്ല. ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് കണ്ടു. പക്ഷേ വിശന്നിട്ടാണ് ഇരിക്കുന്നതെന്നറിഞ്ഞില്ല. അതുകൊണ്ട് ഒന്നും സംസാരിക്കാതെ സലാം പറഞ്ഞ് നടന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കൈ വയറ്റിലേക്ക് അമർത്തി പിടിച്ചിട്ട്, നിങ്ങൾ ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കുമോ? റമളാൻ മാസം ഒരു 5 മണിയൊക്കെ ആകുമ്പോ അല്ലാഹുവേ, ചെറിയ ഒരു ക്ഷീണം നമുക്ക് വരലില്ലേ? അത് ഒരു ദിവസത്തെ പട്ടിണിയല്ല, അര ദിവസത്തെ ചില മണിക്കൂറുകൾക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ വിശപ്പാണെന്നറിയുക. തലേ രാത്രി കഴിച്ച ഭക്ഷണമുണ്ട്, അത്താഴത്തിന് കഴിച്ച ഭക്ഷണമുണ്ട്, മുത്താഴത്തിന് കഴിച്ച ഭക്ഷണമുണ്ട്. മണിക്കൂറുകൾ മാത്രം കഴിക്കാതിരുന്നപ്പോ ക്ഷീണം വന്നുപോലെ ശരീരത്തിന്റെ അവസ്ഥയാണ്. റമളാൻ മാസത്തിൽ പൊരിവയിലെത്താണെങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ വിശപ്പെങ്കിൽ അല്ലാഹുവേ, ദിവസങ്ങളായി പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളായി, മാസങ്ങളായി, പെങ്ങളെ, മാസങ്ങളായി ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. കൈവയറ്റത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു റക്അത്ത് നിസ്കരിക്കാൻ പോലും ഗതിയില്ല. പോകുന്നവരാരെങ്കിലും തരട്ടെ എന്ന് പറഞ്ഞ് അഹ്ലു സുഫയുടെ മുതഅല്ലിമീങ്ങളിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. വിശന്നിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് സലാം പറഞ്ഞിട്ട് പോയൊന്നും ചോദിച്ചില്ല. പക്ഷേ അതുവഴി കടന്നുപോയതാരാണ്? ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. വിശക്കുന്നവരുടെ മുഖം കണ്ടാൽ ആരംഭ റസൂലിനെ പെട്ടെന്ന് അറിയാൻ പറ്റും. മനസ്സ് പൊടിഞ്ഞവരുടെ മുഖം കണ്ടാൽ മുത്ത് ഹബീബിനെ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എന്തേ? ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന വീടിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകന് ചുംബനമണച്ച്. അത്തലും തന്നുത്തുമോനെ ആറ്റുനോറ്റി പോറ്റി ആമിനാബി പൂമകനെ ആശയോടെ തീറ്റി. അങ്ങനെ കാലം കഴിയും, കാലമോരു നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. ആരുമാരും ഓമനി
മനസായ കാലം ആറ്റലൻ നബിയുള്ള. അല്ലാഹുവേ, ജീവിതത്തിലെ ഒരുപാട് സങ്കടത്തിന്റെ പർവ്വതങ്ങൾ കയറിപ്പോയ മുത്തറസൂല് മനസ്സു പൊട്ടിയവനെ കണ്ടാൽ അറിയുമായിരുന്നു. അതുകൊണ്ടാണ് കൊണ്ടൂർ കരയിലെ ചെറിയ വീട്ടിന്റെ അകത്തിരുന്ന് സലാത്ത് ചൊല്ലി കരയുന്ന ഉമ്മ നിന്റെ അടുത്ത് വരാ മുത്തറസൂലിന് കൊതി വരുന്നത് കൊണ്ടാണ്. മനസ്സ് ചങ്ങല പൊട്ടിപ്പോയവനെ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിന് നടങ്ങിപ്പോകാൻ പറ്റൂല. കരഞ്ഞ ഒട്ടകത്തിന്റെ കണ്ണീരുടച്ചു കൊടുത്ത റസൂല്, പൊട്ടിക്കരഞ്ഞ ആട്ടിൻകുട്ടികളുടെ വേദന മാറ്റിക്കൊടുത്ത റസൂല്, വലയിൽ വീണ മാൻപേടയുടെ സങ്കടം കേട്ടിട്ട് നിലവിളിച്ചു പോയ റസൂല്, തള്ളയില്ലാതെ കുഞ്ഞിനെ കൊണ്ടുവന്ന പിഞ്ചുവാലന്റെ കയ്യിലിരിക്കുന്ന പ്രാവിൻ കുഞ്ഞിനോട് ആദ്രത തോന്നിയിട്ട് കണ്ണീരോടുകൂടി തള്ളയുടെ അടുത്തേക്ക് പറന്നുവിട്ട ലോകത്തിന് തുല്യതയില്ലാത്ത സ്നേഹം പഠിപ്പിച്ച ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ മുമ്പിലൂടെ പോയ മുത്തുനബി തങ്ങൾ എന്നെ നോക്കി, എന്നിട്ട് ചോദിച്ച അബൂ ഹുറൈറ, നിനക്ക് വിശക്കുകയാണോ? നിനക്ക് വിശക്കുകയാണോ അബൂ ഹുറൈറ? എന്റെ കൂടെ വരിക. ഞാൻ നബി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എനിക്കറിയാം ആ വീട്ടിലൊന്നും ഉണ്ടാവൂല. മുത്തറസൂലിന്റെ വീട്ടിലെന്തിരിക്കാനാണ്, ഒന്നും ഉണ്ടാവില്ല എന്നുറപ്പാണ്. എന്നെയും കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു പാത്രം നിറച്ച് പാല് കൊണ്ടുവരികയാണ്. യാ ഹബീബല്ലാഹ്, ഇതെവിടെന്നാണ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹത്തായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുകയാണ്. അബൂ ഹുറൈറ, ഇതെനിക്കൊരാള് പാരിതോഷികം തന്നതാണ്, ഇതെനിക്കൊരാള് പാരിതോഷികം തന്നതാണ്. എന്റെ പ്രിയപ്പെട്ട അബൂ ഹുറൈറ, നീ കുടിച്ചുകൊള്ളുക. അബൂ ഹുറൈറ പറഞ്ഞു, ഇല്ല, എനിക്ക് മാത്രം ഇത് വേണ്ട. നിനക്ക് വിശക്കുകയല്ലേ ഹുറൈറ, നീ കുടിച്ചുകൊള്ളുക. ഇല്ല നബിയേ, എന്നെക്കാളും വിശന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ തിണ്ണയിലിരുന്നുകൊണ്ട് കരയുന്ന സഹാബികളുണ്ട്. ഞാനിത് അവർക്ക് കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആരംഭ റസൂലിന്റെ മുമ്പേ ഇറങ്ങിപ്പോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അനുചരന്മാരെ, അനുയായികളെ, അല്ലാഹുവിനെ മറക്കല്ലേ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മറക്കല്ലേ. പണവും പദവിയും പവറും ഒക്കെ വരുമ്പോ മദീന കാൽപന്ത് കളിയിൽ ആവേശം കൊണ്ട് ചവിട്ടിക്കളയുന്ന ഏഴോ കൂലികളുടെ ഒരു നോക്കുകുപ്പിയെ പോലെ മദീനയുടെ മണ്ണിനെ മാറ്റിയാൽ എന്റെ പൊന്നുമോനെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മസ്ജിദുൻ നബവിയുടെ കുബ്ബ ഞങ്ങൾ പൊളിച്ചു മാറ്റുമെന്ന് വിടുവായുത്വം പറഞ്ഞ താടി മാത്രമുള്ള പുത്തൻവാദികളെ, നിങ്ങൾക്ക് എന്ത് മാങ്ങാത്തുലി കിട്ടാനാണ്? അധികാരം പോയിട്ട് കേരളത്തിന്റെ മണ്ണിൽ 10 സുന്നത്ത് ജമാഅത്തുള്ള ചങ്കൂറ്റമുള്ള ആ മക്കളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു പ്രസംഗിക്കാൻ പോലും നിനക്ക് പറ്റൂല. പിന്നെയല്ലേ മദീനത്ത് റസൂലുള്ളാഹിയുടെ നാട്ടില് നിനക്ക് അധികാരം തരാൻ പോകുന്നത്? നിനക്കറിയോ, ആ കുബ്ബയുടെ മുറ്റത്ത് നിൽക്കുന്ന സ്വാലിഹീങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? 15 വർഷമായി മസ്ജിദുൻ നബവിയിൽ താമസിക്കുന്ന ഒരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞതാണ്, എനിക്ക് റസൂലുള്ളാഹിയുടെ കുബ്ബയിലേക്ക് നോക്കാൻ പേടിയാണ്. ഞാൻ ഒരു പ്രാവശ്യമേ നോക്കിയിട്ടുള്ളൂ, ആ നിറമൊന്ന് കാണാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ആ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഉത്തറസൂല് കിടക്കുന്ന മണ്ണിൽ നിന്ന് താടി ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് നോക്കുന്നത് അപകടമാണെന്ന പേടിയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കാക്കടേ പടച്ചവന്. ആരംഭ റസൂല് കിടക്കുന്ന മണ്ണിൽ നിന്ന് തന്റെ താടി ഉയർത്തിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോ ആ മുത്ത് ഹബീബിനോടുള്ള അപകടമാകുമോ എന്ന ഭയപ്പാടാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സൂഫിയായ മനുഷ്യൻ ഇന്നും മസ്ജിദിൻ നബവിയിൽ ജീവിക്കുന്ന മഹാനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം സഹോദരാ. മുത്തറസൂൽ നിനക്ക് പണമുണ്ടാക്കാനുള്ള ഉപാധിയല്ല. മുത്തറസൂൽ നിനക്ക് സംഘടന വളർത്താനുള്ള നേതാവല്ല. ആരംഭ റസൂൽ നിനക്ക് കുമ്പ വീർപ്പിക്കാനുള്ള കുമ്പളങ്ങയല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, മനസ്സിന്റെ ഉള്ളറയിൽ ഇഷ്ക പൊട്ടി വിടരട്ടെ. ബഹ്ർ പോലെ, കടൽ പോലെ, തിരമാല പോലെ പ്രേമത്തിന്റെ സുനാമി അടിച്ചു വീശുന്ന റബീലവലായി പട്ടാമ്പി കൊണ്ടൂർക്കരയിൽ എന്റെ പ്രിയപ്പെട്ട ആശിഖീങ്ങളുടെ റബീലവല് മാറട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ടെന്ന് ദുആരക്കും. നാളെ സംഭവങ്ങളുടെ ഘോഷയാത്രയാണ്. മദീനയുടെ മണ്ണ് നമ്മളോട് നാളെ സംസാരിക്കുകയാണ്. മദീനയുടെ വാതിൽ നാളെ നമ്മളോട് സംസാരിക്കുകയാണ്. മദീനയുടെ കിണറുകൾ, മദീനയുടെ ഞരമ്പുകൾ, മദീനയുടെ തൊലിയും മാംസവും എല്ലും കഷണവും ഒക്കെ നാളെ കൊണ്ടൂർക്കരയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായത് അവിടെ ഒരു തോട്ടമുണ്ട്. മസ്റഅത്തു സൽമാൻ.
സൽമാന്റെ തോട്ടമെന്ന് പേരിട്ടിരിക്കുന്ന മദീനത്തൊരു തോട്ടമുണ്ട്. നാളെ ആ ചരിത്രം നമുക്ക് പറയണം. എന്തുകൊണ്ട് ആ തോട്ടത്തിന് ആ പേര് കിട്ടി? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടമാണ്. അല്ലാഹുവേ, അതൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരു തോട്ടത്തിന് ഇന്നും ആ പേരുള്ളത് അത്രമാത്രം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി തങ്ങളോട് ആ തോട്ടവുമായ ഒരു മഹബത്തിന് അള്ളാഹു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇന്നൊരു ചെറിയ സംഭവം, മദീനയുടെ പ്രേമം മനസ്സിലൊന്ന് നിറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ നമ്മുടെ സർവ്വ ബുദ്ധിമുട്ടും മാറും എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ ചരിത്രം അതുകൂടി പറഞ്ഞ് നമ്മൾ ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇന്നത്തെയും എല്ലാ വർഷത്തിൻ്റെയും കൂടെ ഒരു ഒരുമിച്ച് കൂടൽ നാളെ നമുക്ക് നടത്തി ഗംഭീരമായ രീതിയിൽ ഒരു സദസ്സ് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ അവസാനം ദുആയ്ക്ക് മുമ്പ് ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഒരല്പം നമുക്ക് പറയണം. കുറേ കാലമായി ഞാനത് സ്റ്റേജിൽ പറഞ്ഞിട്ട്. അടുത്ത് പാണ്ടിക്കാട് അവിടുത്തെ കാരായ മഹലിൻ്റെ കീഴിൽ ഒരു വാത് വെച്ചപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ നിർബന്ധിച്ചിട്ട് ഒരു ദിവസം റസൂലുള്ളാഹിയുടെ വഫാത്തെന്ന് പറഞ്ഞു. അതങ്ങനെ പെട്ടെന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അറിയാത്തത് കൊണ്ടല്ല, എല്ലാവരുടെയും മരണം പറയുന്ന പോലെ നമുക്ക് റസൂലുള്ളാഹിയുടെ വിട പറയൽ നമുക്ക് പറയാനും അതിനെ അതിൻ്റെ ശൈലിയിലാക്കി നിങ്ങളോട് അവതരിപ്പിക്കാനുള്ള ഒരു മാനസിക ശക്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ്. ഉസ്താദുമാരുടെ മുന്നിലും പ്രഭാഷകന്മാരുടെ മുന്നിലും ആശിക്യങ്ങളുടെ മുന്നിലും ഒക്കെ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രീതിയിലുള്ള ഒരു കാര്യം പറയാൻ വലിയ പ്രയാസമാണ് അല്ലേ. ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹുവിന് റൗള ശരീഫിലേക്ക് നോക്കാൻ തന്നെ കഴിഞ്ഞില്ല. തകർന്നു പോകുമായിരുന്നു. സ്നേഹം കൂടുമ്പോൾ അങ്ങനെയാണ്. സ്നേഹം കൂടുമ്പോൾ നമുക്കങ്ങനെ ചിലപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ ഒന്നും എനിക്ക് ദുആ ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ഞാൻ ദുആ ചെയ്യും? വാപ്പായെ പൊതിഞ്ഞ് മുമ്പ് കിടത്തിയിട്ട് ഞാൻ എങ്ങനെ ദുആ ചെയ്യും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇപ്പം തന്നെ വാപ്പാക്ക് കൊണ്ട് ദുആ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പതറിപ്പോവാണ്. അത്രയും ജനങ്ങൾ ആമീൻ പറയാൻ നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയും. എൻ്റെ ഉസ്താദാണ് ദുആ ചെയ്തത്. മയ്യത്ത് നിസ്കാരം പോലെയല്ല. മയ്യത്തിനെ വെച്ചിട്ട് എല്ലാവരും ചുറ്റും കൂടി ആമയും പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ അത് പറ്റില്ല. അത് സ്നേഹ കൂടുതലുള്ളവരുടെ മുമ്പിൽ നമുക്കതിന് കഴിയില്ല. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഉപ്പയേക്കാൾ 1000 മടങ്ങ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മുത്തറസൂലിൻ്റെ വഫാത്ത് പറയാൻ എൻ്റെ പ്രിയമുള്ളവരെ എങ്ങനെ ശബ്ദമിടറാതെ പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റും? കൃത്യമായി അതിന് വരുന്ന സത്യസന്ധരായ വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ അത് കേട്ടിരിക്കാനും നിങ്ങൾക്ക് പറ്റൂല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏതെങ്കിലും സിനിമാ നടൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ദുനിയാവിന് വേണ്ടിയുള്ള പേപ്പട്ടികളെപ്പോലെ പിടിച്ച ഒരു സ്നേഹമല്ലത്. ദുനിയാവിൻ്റെ കണക്കല്ലത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയിൽ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നത് മുഹാജിറുകൾക്ക് മാത്രമായിരുന്നില്ല. മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് വന്നവർക്ക് മാത്രമല്ല, മദീനത്തുള്ളവർക്കും കഷ്ടപ്പാടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത് കഷ്ടപ്പെട്ട ആൾ ഞാനാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയും. ജാബിർ റളിയല്ലാഹു അൻഹുവിന് തോട്ടമുണ്ട്. ഈത്തപ്പഴം ഓരോ സീസൺ ആകുമ്പോൾ ഈത്തപ്പഴം അടർത്തിയെടുത്തിട്ട് അത് കച്ചവടം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ ചിലവിന് പെട്ടെന്ന് ഈത്തപ്പഴം കച്ചവടം ചെയ്തല്ലേ കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന് കാശില്ലാതെ വരുമ്പോഴൊക്കെ ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുമായിരുന്നു. ആ യഹൂദിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പഴ വിളവിന്റെ സമയമാകുമ്പോ ആ ഈത്തപ്പഴം കൊണ്ട് വന്ന് കച്ചവടം ചെയ്തിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആ കടം തീർക്കുമായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഈന്തമരങ്ങളെല്ലാം കൊലയില്ലാതെ പഴമില്ലാതെ ഈന്തമരങ്ങളെല്ലാം വളരെ കുറച്ച് പഴങ്ങൾ മാത്രം തന്നുകൊണ്ട് സങ്കടപ്പെടുത്തിയപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന് പ്രയാസമായി. പൈസ കടം വാങ്ങിയ യഹൂദന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അടുത്ത വർഷം വിളവെടുക്കുമ്പോ തന്നാ മതിയോ? ജീവിതത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വാങ്ങിപ്പോയതാ, കഷ്ടപ്പാട് കൊണ്ട് വാങ്ങിപ്പോയതാ, പട്ടിണി കൊണ്ട് വാങ്ങിപ്പോയതാ. അടുത്ത വർഷം വിളവെടുക്കുമ്പോ തന്നാ മതിയോ എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ജൂതനായ മനുഷ്യൻ പറയുന്നു, ഒരു ദിവസം പോലും ഞാൻ താമസിപ്പിക്കില്ല, പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് കാശ് കിട്ടണമെന്ന് വാശി പിടിച്ചപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിളിച്ചുകൂവല്ലേ, എല്ലാവരും അറിയില്ലേ, നാണക്കേടല്ലേ?
രഹസ്യമായിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടമല്ലേ, അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇലാ ഹളറത്ത് റസൂലുള്ളാഹ്. എന്ത് സങ്കടം വന്നാലും അവിടെ, എന്ത് വിഷമം വന്നാലും അവിടെ, എന്ത് വേദന വന്നാലും അവിടെ, എത്ര നൊമ്പരം വന്നാലും അവിടെ അല്ലാതെ വേറൊരു സ്ഥലം പോകാനില്ല, അവിടെ അല്ലാതെ അപേക്ഷ സമർപ്പിക്കാനില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പട്ടിണിയാണ് നബിയെ, കടം വാങ്ങിയവർക്ക് കൊടുക്കണമെങ്കിൽ ഈന്തമരത്തിൽ നിന്ന് നല്ല മനോഹരമായ പഴം കിട്ടണം, പക്ഷേ കുറവാണ്, 10 പൈസ പോലും കടം വീടാനുള്ള കാശ് ഈ വർഷം കിട്ടൂല. അതുകൊണ്ട് നബിയേ, അവിടുന്ന് പോയി ജൂതനോട് സംസാരിച്ചിട്ട് ഒരു പ്രതിവിധി കാണിച്ചു തരണമെന്ന് പറയുമ്പോ 2 നാട്ടിലെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് മുത്ത് റസൂൽ ചെല്ലുകയാണ്. ആരംഭ റസൂൽ ഒരു സഹാബിയുടെ വിഷയത്തിൽ സംസാരിക്കാൻ ചെല്ലുമ്പോ ജൂതനാര മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദേ നടക്കില്ല, അബുൽ ഖാസിം എന്നാണ് വിളിച്ചത്. നബി തങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, അബുൽ ഖാസിമെ നടക്കില്ല, നീ സംസാരിക്കരുത്, ഞാൻ പറഞ്ഞു കൊടുത്ത അളവിൽ തന്നെ എനിക്ക് കണക്കിന് കറക്റ്റ് കാശ് തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പോകാൻ കഴിയാതെ തളർന്നിട്ട് ആ വീടിന്റെ മുമ്പ് ഇരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകി ആ ജൂതന്റെ വീടിന്റെ മുമ്പ് ചാരിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, എത്ര ക്ഷീണമുണ്ടാകും. എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ജൂതന്റെ മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ ഇരിക്കുകയാ. ഒരു കൂട്ടുകാരന്റെ പ്രതിസന്ധി പരിഹരിക്കാമെന്നതാണ്. പക്ഷെ എന്നിട്ട് അവിടുന്ന് ചാടി എഴുന്നിട്ട് ഒന്നുകൂടി ജൂതന്റെ വീടിന്റെ വാതിൽ മുട്ടുകയാണ്. അയാൾ വാതിൽ തുറന്നപ്പോ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, അടുത്ത വർഷം ഇതുപോലെ വിളവെടുക്കുമ്പോ നിനക്ക് കണക്ക് തീർത്ത് കാശ് തന്നാ മതിയോ? ഇല്ല മുഹമ്മദേ, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മുഹമ്മദേ എന്ന് പറയുമ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ വാരി പിടിച്ചിട്ട് പറയുന്നു, വേണ്ട നബിയേ, വേണ്ട, എനിക്ക് വേണ്ടി കണ്ടവന്റെ വായിലിരിക്കുന്ന മോശமான വർത്തമാനം എന്റെ മുത്ത് റസൂൽ കേൾക്കല്ലേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. ജാബിറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ജാബിറേ, നമ്മളൊക്കെ മക്കത്തിരുന്ന് വന്നപ്പോ മദീനയിലുള്ള നിങ്ങളൊക്കെയല്ലേ ഞങ്ങളെ സഹായിച്ചത്, നിങ്ങളല്ലേ ഭക്ഷണം തന്നത്, നിങ്ങളുടെ ഒരാവശ്യം വന്നിട്ട് ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പ്രവാചകരാണ്? ജാബിർ റളിയല്ലാഹു അൻഹു ആ ചോദ്യം കേട്ടപ്പോ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ കരമുയർത്തുകയാണ്, സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഈന്ത മരങ്ങളിൽ കയറുക, എല്ലാ സഹാബികളും കയറുക, ഞാൻ പഠിച്ച മുത്ത് റസൂൽ ഇതാണ്, എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കൊണ്ടൂർക്കരയിലെ മക്കൾ പഠിച്ച മുത്ത് റസൂൽ ഇതാണ്, എന്റെ പട്ടാമ്പിയിലെ ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിന് വന്ന പെങ്ങന്മാര് പഠിച്ച മുത്ത് റസൂൽ ഇതാണ്. എന്റെ പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം ഞാനിവിടെ പ്രഭാഷണത്തിന് കൊണ്ടൂർക്കരയിൽ ആദ്യമായി വന്ന വർഷത്തിൽ എന്റെ സരസിന് മുന്നിൽ കാവി വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരങ്ങളെ, ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഓടിയെത്തിയ അമ്മമാരെ സന്തോഷത്തോടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ മുത്ത് റസൂൽ ആരെന്നറിയുമോ? പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഉപാധിയായിട്ടല്ല മുത്ത് റസൂൽ നിങ്ങൾ കാണേണ്ടത്. പെണ്ണ് കെട്ടാൻ വേണ്ടി മക്കയുടെ മണ്ണിലൂടെ തെണ്ടി നടന്ന ഒരു പെൺകോമ്പനാണെന്ന് മലയാള ഭാഷയിലെ സാഹിത്യത്തിൽ ഏറ്റവും വില കുറഞ്ഞ വാക്ക് എന്റെ മുത്ത് റസൂലിനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട റസൂൽ ഒന്ന് കരഞ്ഞാൽ കൂടെ കരയാൻ ആകാശമുണ്ടുമ്പത്ത് എന്റെ മുത്ത് റസൂലിന്റെ മനസ്സൊന്ന് കിടങ്ങിയ ഈ ഭൂമി കിടങ്ങും. പിന്നെ മനസ്സിന് സങ്കടമാണ്, പിന്നെ പ്രപഞ്ചത്തിന് സങ്കടമാണ്, പിന്നെ സഹാബത്തിന് പട്ടിണിയാണ്, പിന്നെ ആർക്കും വെള്ളം പോലും തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തെ, ഈന്ത മരങ്ങളിലേക്ക് കയറുക, ഈന്ത മരങ്ങളിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളുക. സഹാബികൾ ഈന്ത മരങ്ങളിലേക്ക് കയറുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ മരത്തിൽ നിന്നും കൊട്ടക്കണക്കിന് ഈത്തപ്പഴങ്ങളാണ് കിട്ടിയത്. എവിടെന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, ആരാണ് തന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പറയ്ക്കുന്തോറ് കൊലകൾ കൂടുകയാണ്. എത്ര മനോഹരമായ വിലപിടിപ്പുള്ള ഈത്തപ്പഴമാണ് കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുകയാണ്. ഇന്ന് വരെ അത്രയും വലിയ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്ന് അത്രയും കൂടുതൽ ഈത്തപ്പഴങ്ങൾ കിട്ടിയിട്ടില്ല. ആ ഭാഗത്തുള്ള ഒരു കോടീശ്വരന്റെ കുടുംബത്തിനും അത്രയും വലിയ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ യഹൂദന്റെ വാതിൽ മുട്ടുകയാണ്, കൊണ്ടുവയ്ക്കോ, നിന്റെ കണക്കിനേക്കാൾ കൂടുതലുണ്ട്, കൊണ്ടുവയ്ക്കോ. എന്റെ പ്രിയപ്പെട്ട സഹാബികൾ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തതാണ്. യഹൂദി അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെയും കൊണ്ട് മടങ്ങി വരുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, ഇതിന്റെ പേരിൽ എന്റെ പരലോകത്തെ അടുപ്പം അകത്തിക്കളയല്ലേ നബിയേ. പേടിച്ചുപോയി.
ഇങ്ങനെ ഒരു സൗഭാഗ്യം മുഅ്ജിസത്തിലൂടെ ജാബിർ റളിയല്ലാഹുവിന് കിട്ടിയപ്പോൾ പേടിച്ചത് കടം തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുകൊണ്ട് ചിലപ്പോൾ ആഖിറത്തിൽ കിട്ടുന്ന വല്ലതും കുറഞ്ഞു പോവോ, ഇത്രയും ഈത്തപ്പഴവും സ്ഥാനവും ഒക്കെ ഇവിടെ കിട്ടുമ്പോ പരലോകത്ത് കിട്ടാനുള്ളത് കുറയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ജാബിറെ, കുറയില്ല എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് ആ യാത്ര അവിടെ നിൽക്കട്ടെ. മദീനയിലെ കഷ്ടപ്പാട് സങ്കടമൊക്കെ തീരുന്ന ഒരു രംഗം ഉണ്ടാവുമല്ലോ, അള്ളാന്റെ റസൂലിന് സന്തോഷമുള്ള മദീനയിൽ രംഗമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് മദീന ഒന്നടങ്കം കരഞ്ഞ മുത്തറസൂൽ കാലെടുത്ത് വെച്ചപ്പോൾ പ്രകാശിച്ച മദീന ആരംഭ റസൂലിനെ റൗള ഷരീഫിൻ്റെ ഉമ്മറത്തേക്ക് കുളിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുട്ട് വീണുപോയി എന്നാണ് ചരിത്രം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ പറയാം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയണം. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആകാശലോകത്തുനിന്നൊരു മലക്ക് വന്ന് പറഞ്ഞു, നിങ്ങൾ 2 പ്രകാശത്തിൻ്റെ ഉടമസ്ഥരാണ്. അത് 2 സൂറത്തുകളാണ്. അത് ഓതിയിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കാതിരിക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ്. അതൊക്കെ നമുക്ക് നാളെ പറയണം, ഏതാണ് എന്താണെന്നൊക്കെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഇന്ന് പ്രത്യേകിച്ച് സ്വതക്കകളൊന്നും ചോദിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ വന്നത് തന്നെയാണ് ഈ സ്ഥാപനത്തിനോടുള്ള ഏറ്റവും വലിയ സ്വതക്ക. നിങ്ങൾ ഇന്ന് വന്നിരുന്നില്ലേ, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സ്വതക്ക. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹ്. നാളെ വരുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും 5 സ്ക്വയർ ഫീറ്റിന് ഒരു 6666 രൂപ കണക്കാക്കണം. 5 സ്ക്വയർ ഫീറ്റിന്. അത് പതുക്കെ, വളരെ പതുക്കെ, സമയമുണ്ടല്ലോ. നാളെ ഞാൻ ഈ സംഘാടകരുടെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തയക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് അതിൽ എൻ്റെ പേരുണ്ടാകും ഉസ്താദേ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വളരെ സാവകാശ സമയമുണ്ട്. ലക്ഷങ്ങൾ ഒരുപാട് 2 ലക്ഷം 10 ലക്ഷമൊക്കെ ചോദിച്ച് സമയം കളയുന്നില്ല. അത് പറഞ്ഞാൽ പോലും അത് വാങ്ങാൻ ഈ സംഘാടകർ എത്രയോ നാളുകളോളം നിങ്ങളുടെ പിന്നാലെ നടക്കണം. ഇതാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചെലവിൽ നിന്നും അല്പം ഒന്ന് ചുരുക്കിയാൽ, നമ്മുടെ വീടിൻ്റെ സുഖത്തിൽ നിന്നും അല്പം ഒരു കുറവ് വരുത്തിയാൽ, സഹോദരിമാരൊക്കെ ഡ്രസ്സ് എടുക്കുന്നതിൽ നിന്നൊക്കെ ഒരു ചെറിയ കുറവ് വരുത്തിയാൽ അള്ളാഹു തആല സഹായിക്കട്ടെ. അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നതൊന്നും ചോദിക്കുന്നില്ല, ഒക്കെ നാളെ ആവട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഒരു സഹോദരി 25,000 രൂപ. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇൻഷാ അള്ളാഹ് 5 സ്ക്വയർ ഫീറ്റിന് 6666 രൂപ. നമുക്ക് സഹോദരിമാരിൽ നിന്ന് ഒരു 5 സ്ത്രീകൾ ഇന്ന് ഓരോ സ്വർണ്ണ മോതിരം തന്നിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. ഈ സ്ഥാപനം ഇവിടെ നടക്കും എന്നതിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു ഫൗണ്ടേഷനാണത്. 5 ഭാഗ്യവതികൾ. ഞാൻ ഉണ്ടാവണമെന്ന ആവേശത്തിലായിരിക്കണം അത് പറയാനുള്ളത്. അതിന് സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ വളരെ മോശക്കാരാണെന്ന് മനസ്സിലാവും. ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ ഇഫ്ദുൽ ഖുർആൻ വരണം. ദാറുൽ ഹുദ പോലെയുള്ള ഉദവി ബിരുദമെടുക്കുന്ന സ്ഥാപനമാണ് ദാറുൽ ഹുദ. അതിൻ്റെ ഒരു പ്രസ്ഥാനം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് അത് നടക്കും, അത് നടത്തണം, അത് നടത്തും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിന് 5 സഹോദരിമാർ പാരാവാരം പോലെ കിടക്കുന്നു. എണ്ണിയാലൊടുങ്ങില്ല സ്ത്രീജനം ഈ സദസ്സിലേക്ക് വന്നത്. 50ഉം 500ഉം ഒക്കെ നിങ്ങൾ തരും. 5 സഹോദരിമാർ തൻ്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം ഇന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാറ്റുകയാണ്. ഇതുവരെ അള്ളാഹുവേ അത് എനിക്കുള്ളതായിരുന്നോ, എൻ്റെ ശരീരത്തിലുള്ളതായിരുന്നോ, ഈ സെക്കൻഡ് മുതൽ എനിക്കത് വേണ്ട തമ്പുരാനെ, അത് നിനക്കുള്ളതാണ്, നിന്റെ സ്ഥാപനത്തിനുള്ളതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അങ്ങനെ ഏതെങ്കിലും 5 സഹോദരിമാരെ നിയ്യത്ത് ചെയ്താൽ റബ്ബേ, ഒരു 5 സ്ക്വയർ ഫീറ്റ് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. സഹോദരിമാരതാ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എത്ര ആളാണെന്ന് എനിക്കറിയില്ല തമ്പുരാനെ. ഈ സ്ഥാപനത്തിന്റെ മക്കളിതാ ഐശ്വര്യമുള്ളവരാകാൻ പോവുകയാണ്. അവരിതാ പഠിച്ച് വലിയ ഹുദവി ഡിഗ്രിയുള്ള വലിയ ആലിമീങ്ങളാകാൻ പോവുകയാണ്. ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മക്കൾ പറന്നുയരാൻ പോവുകയാണ്.
കേരളത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പഠിക്കാൻ വേണ്ടി കൊണ്ടൂർക്കരയിലേക്ക് ഒഴുകിയെത്താൻ പോവുകയാണ്. അല്ലാഹുവേ, ഇന്നാദ്യമായി പറയുന്ന 5 സഹോദരിമാര് നാളെ 5 അല്ല 15 അല്ല 500 അല്ല 1000 അല്ല, ആ ഒരുപാട് സഹോദരിമാര് സ്വർണം കൊടുക്കുമെന്ന് തുടങ്ങാൻ 5 സഹോദരിമാര് ഇൽമിനെ സ്നേഹിക്കുന്ന, മദീനയുടെ മുറ്റത്ത് പട്ടിണി കിടന്നുകൊണ്ട് വിശപ്പ് സഹിക്കാനാകാതെ പൊട്ടിക്കരന്ന് റോഡിൽ പോയി കൈനീട്ടിയിരുന്നു പോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബത്ത് കണ്ട് വിശപ്പടക്കാനുള്ള ഭക്ഷണം തന്ന അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് 5 സഹോദരിമാരെന്ന് തുടങ്ങി വെക്കാ. അല്ലാഹുവേ, ആ ഭാഗ്യവതികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞാനുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വർണ്ണാഭരണത്തെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കുന്ന പെങ്ങള്, പടച്ചവനെ മാരക രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ, അവരെ കുടുംബത്തെ കാക്കണേ അല്ലാ, അവരെ ഭർത്താവിനെ കാക്കണേ അല്ലാ. ഇരുട്ട് വീണുപോയ മുഖം കറുത്തു പോകുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. മരിക്കുന്ന മുത്ത് റസൂല് തടവിയിട്ട് പ്രകാശിച്ച അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമയാക്കി മാറ്റണേ അല്ലാ. ഇന്ന് 5 പേര്, നാളെ 50 500 എത്ര ആവാം. ഒന്നാമത്തെ ആള് വേഗം കൊണ്ടുപോവാ, സമയമില്ല, വേഗം. ഈ ഇന്നത്തെ 5 ആളിൽ പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. വേഗം വേണം, ഞാൻ ദ്വാരക്കാൻ പോവാണ്. ഇനി ഒരുപാട് നിർബന്ധിക്കില്ല, ഉണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കുക. ഇനി അതിന് ചോദിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. കിട്ടിയവർ വേഗം ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരട്ടെ. ഇന്ന് ഇത്രയും നടന്ന് ഈ പ്രോഗ്രാം ഇത്രയും നടക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയച്ചു, പരിപാടി ക്യാൻസലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് മരിച്ചിട്ട് 6 വർഷം തികയാണ്. ഈ മാസം 3-ാം തീയതി തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 6 വർഷം തികയാണ്. ആ സഹോദരി ഭർത്താവിൻ്റെ ഖബറിലേക്ക് ഇവിടുത്തെ ഇൽമിൻ്റെ സ്ഥാപനത്തിൻ്റെ പുണ്യം കിട്ടാൻ ഒരു സ്വർണ്ണ മോതിരം, അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ഹൈറായി നടക്കാൻ വേണ്ടി ഓരോ സഹോദരിമാർ ഓരോ സ്വർണ്ണമോതിരം, അങ്ങനെ 3 ആളുകളായിട്ടുണ്ട്. ഇപ്പോൾ 2 പേര് കൂടി വേഗാവട്ടെ. ചോദിച്ചതിന് വേണ്ടിയാണ് ഈ കണക്ക്, അല്ലാതെ നിങ്ങൾ 5 ആളെ കൊടുക്കുള്ളൂ എന്നുള്ളതല്ല. ബാക്കിയുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിനുവേണ്ടി സമയമൊന്നും കളയില്ല, അതൊക്കെ ലാസ്റ്റ് ഇങ്ങനെ ചോദിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ചെയ്താൽ മതി. 6 വർഷമായി ഭർത്താവ് മരണപ്പെട്ടിട്ട് ഈ മാസം 3-ാം തീയതി ആ ഖബറിലേക്ക് അത് എത്തണം എന്ന നെയ്യത്തോടു കൂടി ഒരു സ്വർണ്ണമോതിരം, മറ്റ് 3 സഹോദരിമാർ, അങ്ങനെ 4 ആളുകളായി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, ആ പെങ്ങളുടെ ഭർത്താവിന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ തമ്പുരാനെ. ഈ സ്വർണ്ണാഭരണത്തിന്റെ സ്വതക്കയുടെ പവർ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരിമാരല്ലാ, കൈവിരൽ തുമ്പിൽ കിടന്ന സ്വർണ്ണ ആഭരണങ്ങൾ, സ്വർണ്ണമോതിരങ്ങൾ ഈ സദസ്സിലേക്ക് തന്നു റബ്ബേ നീ സ്വീകരിക്കല്ല. അവരുടെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, അവരുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എന്ത് ആഗ്രഹമാണോ ഇത് തരുമ്പോ മനസ്സിലുണ്ടായിരുന്നത് അത് പൂർണ്ണമായി നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ സദസ്സിലും ആ പെങ്ങന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരംഭ റസൂലിന്റെ പ്രാർത്ഥന കൊണ്ട് ഉണങ്ങിക്കരിഞ്ഞ മരങ്ങളുടെ മുകളിൽ ഈന്തമരങ്ങൾ അൽഹംദുലില്ലാഹ് നിറഞ്ഞു തുളുമ്പിയ ഈത്തപ്പഴങ്ങൾ സമ്മാനിച്ചതുപോലെ അല്ലാഹുവേ, വരണ്ടുണങ്ങിപ്പോരെ കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിൽ ആർദ്രതയുടെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമ്പന്നതയുടെ, അഭിവൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ, തുറന്നു കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് 5 ആളുകളായി, സന്തോഷം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. 5 സഹോദരിമാരായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി മെമ്പർ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പർ ഈ സ്ഥാപനം ഒന്ന് തുടങ്ങി റാഹത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി 10 ലക്ഷം രൂപ അദ്ദേഹം ഓഫർ കൊടുക്കുകയും 3 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ഒരു റൂം സ്ഥാപനത്തിൻ്റെ 3 നിലകളിലായിട്ടുള്ള ഒരു റൂം കിട്ടിയെടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ അതിന് ചിലവുണ്ട്. 400 സ്ക്വയർ ഫീറ്റ്. ഇൻഷാ അല്ലാഹ് ഒരു 4-5 ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ടോ 10 ആൾ ചേർന്നിട്ടോ ഒക്കെ പറയാൻ പറ്റുമെങ്കിൽ വലിയ പുണ്യമാണ്. നിങ്ങളുടെ സ്വന്തം പേരിൽ ആ റൂമിനകത്തുള്ള സർവ്വ അമലിൻ്റെയും പഠനത്തിൻ്റെയും ഇൽമിൻ്റെയും ഒക്കെ പുണ്യം നിങ്ങളുടെ സ്വന്തം പേരിൽ അള്ളാഹു സ്വീകരിക്കും.
താല്പര്യമുള്ളവർ അതിനെ നിർബന്ധിച്ച് നിങ്ങൾ ആശങ്കയൊന്നും പെടണ്ട. നാളെ വരുമ്പോൾ ഇനി അതിനു വേണ്ടിയുള്ള വയലായിരിക്കും സമയം പോകുന്നത്. എന്തായാലും 3-3.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് അതിനുവേണ്ടി നമുക്ക് ചിലവഴിക്കാം. ബാക്കി നമുക്ക് കേൾക്കാലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ന്യൂ ഇയർ പ്രഭാഷണത്തിന് നമ്മളെ പരിപാടി നടന്നപ്പോൾ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം എൻ്റെ പ്രഭാഷണത്തിന് ന്യൂ ഇയർ എന്ന പേര് ഒഴിവാക്കി ഇനി അങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തണം. എല്ലാം നിർത്തി, ഫേസ്ബുക്ക് പേജ് നിർത്തി, പിന്നെ മറ്റ് ഗ്രൂപ്പുകളൊക്കെ നിർത്തി, സോഷ്യൽ മീഡിയയിലെ. പിന്നെ അത് ഇനി ഉണ്ടെങ്കിൽ അതൊന്നും എൻ്റെ അനുവാദത്തോടു കൂടിയല്ല, അല്ലാതെ ഉള്ളത് മാത്രമാണ്. അപ്പോൾ അത് ഞാനൊന്നും ഒരു ആധികാരികമായി ഓർമ്മപ്പെടുത്തിയതാണ്. നാളെ എല്ലാവരും വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് പറയാം. പ്രാവശ്യം അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടൊരു പ്രിയപ്പെട്ട സഹോദരി, അതുപോലെ തന്നെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില കല്യാണങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ട്, ചില കല്യാണം മുടക്കികളുണ്ട്. ക്ഷമിക്കേണ്ട, അതൊക്കെ നാളെ പറയും. ഇന്ന് പിന്നെ ആ ഒരു മൂടല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ. ഞങ്ങളുടെ ഉപ്പ കഴിഞ്ഞ മാസം 13-ാം തീയതി റിയാദിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട് ദ്വാരക്കണം. പിന്നെ ഷക്കീർ ഹുസൈൻ എന്ന് പറയുന്ന സഹോദരൻ ചെറുതുരുത്തി ദ്വാരക്കാൻ വേണ്ടി ഉപ്പാക്ക് 2 കിഡ്നിയും തകരാറിലാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യമായി ദ്വാരക്കണം. പിന്നെ 6666 രൂപ വെച്ചൊരു 4-5 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരി കൊടുത്ത സ്ത്രീകൾക്ക് മാത്രം കുറച്ച് കവർ ഇന്ന് തരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് വാങ്ങണം. നമ്മുടെ വാളണ്ടിയേഴ്സ് ഒന്ന് വളരെ വേഗം ദുആയ്ക്ക് മുമ്പ് ഒന്ന് കൊടുത്തു വിടാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ വരുമ്പോൾ ഈ സ്ഥാപനത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്വതക്ക അതിനകത്ത് നിയ്യത്ത് ചെയ്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ട സലീമിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 6666. മുണ്ടത്തുമണി എന്ന മുഹമ്മദ് എന്ന സഹോദരൻ 6666, ഷംസുദ്ദീൻ 6666, സ്വാദിഖ് 6666. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന കുഞ്ഞു മുഹമ്മദ് 1000 രൂപ സംഭാവന. പിന്നെ ബക്കർ പറത്തൊടി ദ്വാരക്കാൻ വേണ്ടി സ്വതക്ക. അങ്ങനെ ഒട്ടനവധി സ്വതക്കയുണ്ട്. ഞാൻ ഈ 6666 പറഞ്ഞത് കൊണ്ട് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുക്കാൻ കഴിവുള്ളവർ 6666 കൊടുത്ത് നിർത്തിക്കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത, വീണ്ടും ഒരു 4 സ്വർണ്ണാഭരണം കൂടി വന്നിട്ടുണ്ട്. ഒരു ജോഡി സ്വർണ്ണക്കമ്മലും 3 സ്വർണ്ണ മോതിരങ്ങളും. 4 3 7 1 5 5 3 8 അൽഹംദുലില്ലാ 9 സ്വർണ്ണാഭരണങ്ങളായി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു വലിയ 2 പാത്രം നിറച്ച് നമുക്ക് സ്വർണം കൊടുക്കണം. അതിന് എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും നിയത്ത് ചെയ്തിട്ട്, നിങ്ങൾ നിർബന്ധിക്കൊന്നുമില്ല, നിങ്ങൾ ഒരു സ്ഥാപനം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ നിങ്ങൾ ചെയ്യണം. അത് ഒഴിവാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളാണ് നമുക്ക് ഉപകാരപ്പെടുക. അവരെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തീറ്റിപ്പോറ്റിയ നമ്മുടെ മുത്തഅലിമീങ്ങൾ, വളർത്തിക്കൊണ്ടുവന്ന ആലിമീങ്ങൾ വലിയ ഉപകാരമാണ്. സഹോദരിമാരുടെ ഭാഗത്ത് വളരെ വേഗം കവറുകൾ കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർണ്ണം തന്നവർക്ക് ദ്വാരക്കും എത്ര? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കുടുംബത്തിനും അദ്ദേഹത്തിനും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി, മക്കൾ ഹാഫിളാകാൻ വേണ്ടി പേരൊന്നും പറഞ്ഞിട്ടില്ല. 50,001 രൂപ ഒരു സഹോദരൻ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ. ഇന്നത്തെ വാഗ്ദാനം ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരനും കുടുംബത്തിനും ഈമാനോടുകൂടിയല്ലാതെ ഒരു മരണം കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ വലിയ ഒരു നിയ്യത്താണ് ആ സ്വതക്കയുടെ പിന്നിൽ ആ സഹോദരൻ വെച്ചിട്ടുള്ളത്. ആ സഹോദരന്റെ നിയ്യത്ത് നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു നിരാശയും നീ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു പ്രയാസവും കൊടുക്കല്ലേ തമ്പുരാനെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുക്ക് ദുആ വസിയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. സഹോദരിമാർക്കിടയിൽ കവർ കൊടുത്തില്ലെങ്കിൽ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കൊടുത്ത് വീടുക. എല്ലാ സഹോദരിമാരും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി അത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടൻ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കണം. എങ്കിലേ നമുക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നിർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വൈകി തുടങ്ങിയാൽ പിന്നെ മഴ പോലെ തന്നെ നമുക്ക് താമസിച്ചു തുടങ്ങിയാൽ ഒരുപാടൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ നേരത്തെ നമുക്ക് തുടങ്ങണം. എല്ലാവരും നേരത്തെ എത്തണം. നിങ്ങൾക്ക് വേണ്ടി ഈ വേദി നാളെ കൊതിയൂറുന്ന മനസ്സോടെ കാത്തിരിക്കുമെന്നറിയിച്ച് ആരംഭ റസൂലിൻ്റെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലി ഇന്ന് നമുക്ക് ദുആ ചെയ്യാം.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.